ഹായ്, ബീന മാനുവൽ ഫിസിക്സ് ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലോട്ട് എല്ലാവർക്കും മോസ്റ്റ് വെൽക്കം. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ +1 ചാപ്റ്റേഴ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. ബട്ട് ഇന്നൊരു പ്രത്യേകതയുണ്ട്. എല്ലാവരെയും ഞാൻ എന്റെ +2 ക്ലാസ് റൂമുകളിലോട്ട് മോസ്റ്റ് വെൽക്കം. ഇപ്പൊ ക്ലാസ് റൂമിന്റെ അകത്തോട്ട് മോസ്റ്റ് വെൽക്കം ചെയ്യുമ്പോൾ എന്റെ തിങ്കിങ്ങില് സോക്രട്ടീസിന്റെ ഒരു മെയിൻ വാചകമാണ് ഓർക്കാൻ പറ്റുന്നത്. നിങ്ങൾ എന്താകാൻ ആഗ്രഹിക്കുന്നു എന്നതിലല്ല വിജയം, നിങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് വിജയം നിങ്ങളുടെ കൈകളിൽ എത്തുന്നത് എന്ന് ഒരിക്കൽ സോക്രട്ടീസ് പറഞ്ഞു വെക്കുകയുണ്ടായി. അതെ, എന്റെ ക്ലാസ് റൂമിന്റെ ഫ്രണ്ടിലിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളോടും എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ സെക്കൻഡ് ഇയറിലോട്ട് കയറുമ്പോൾ എന്റെ കഴിവുകൾ എന്താണ്, എന്റെ കുറവുകൾ എന്താണ്, എനിക്ക് ഏതാണ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട്, ഏത് മേഖലയാണ് എനിക്ക് ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും എന്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഒരു അവയർനെസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ടിലോട്ട് എത്തുവാനും നിങ്ങളുടെ ഫ്യൂച്ചറിന്റെ നല്ലൊരു സെലക്ഷന്റെ അകത്തോട്ട് എത്തുവാനും സാധിക്കും. അപ്പൊ എന്റെ ക്ലാസ് റൂമിലിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഞാൻ എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരിക്കട്ടെ, അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ടുള്ള കഴിവുകളുണ്ടായിരിക്കട്ടെ. അങ്ങനെ ഈ ഒരു വർഷം നിങ്ങൾക്ക് നല്ല ഭാവി സുന്ദരമാക്കി തീർക്കാനായിട്ട് ഉയർന്ന പടികളിലോട്ട് ചവിട്ടി കയറി ഉയർന്ന മാർക്കുകളിലോട്ട് എത്തുവാനും, അങ്ങനെ ഭാവി സുന്ദരമാക്കി തീർക്കുവാനും മനോഹരമായിട്ടുള്ള ഒരു വ്യൂവിലോട്ട് എത്തുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിലോട്ട് ഞാൻ കടക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ മോസ്റ്റ് വെൽക്കം ടു അവർ ക്ലാസ് സെക്കൻഡ് ഇയർ. ഓക്കെ, അപ്പം നമ്മുടെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ നെയിമിങ്. എന്താണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്നുള്ളത്? അപ്പൊ നമുക്ക് സെക്കൻഡ് ഇയറിലും കുറെ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഒരു 10-15 ചാപ്റ്ററോളം നമുക്ക് പഠിക്കുവാനുണ്ട്. അതിന്റെ ആദ്യത്തെ ചാപ്റ്ററാണിത്. ഇപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്നത് ഏത് സെക്ഷന്റെ അകത്ത് വരുന്നതാണ്? ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്ന സെക്ഷന്റെ അകത്ത് വരുന്നതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ചാർജസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്ന അത് ഫിസിക്സിന്റെ ഒരു മേജർ ബ്രാഞ്ച് ആണ് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. അതിന്റെ അകത്ത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചും മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചും ഒക്കെ നമുക്ക് പഠിക്കുവാനുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് 2 ഡിവിഷൻ ആണ് ഉള്ളത് മെയിൻ ആയിട്ട്, ഇലക്ട്രോസ്റ്റാറ്റിക്സും ഇലക്ട്രോ ഡൈനാമിക്സും. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ ഡൈനാമിക്സ്. അപ്പൊ ഈ 2 പേര് കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലെ? ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ എന്റെ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുള്ള കുട്ടികൾക്ക് അറിയാം ഡൈനാമിക്സ് എന്താണ്, സ്റ്റാറ്റിക് എന്താണെന്നൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പോയിട്ട് നമുക്ക് അതിന്റെ ഫ്രണ്ടിൽ എന്താണോ ഒരു 2 ടേമിന്റെ അകത്തും ഇലക്ട്രോ കിടപ്പുണ്ട്, 2 ഇലക്ട്രോ കിടപ്പുണ്ട്, 2 സൈഡിലെ ഇലക്ട്രോ. വാട്ട് യു മീൻ ബൈ ഇലക്ട്രോ? ഇലക്ട്രോ മീൻസ് ഇലക്ട്രിക് ചാർജസ് എന്നാണ് അർത്ഥം. ഇലക്ട്രിക് ചാർജസ് എന്നാണ് അർത്ഥം. ഇനി സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞായിരുന്നു, സ്റ്റാറ്റിക് മീൻസ് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുക, സ്റ്റാറ്റിക് ആകുക എന്ന് പറഞ്ഞാൽ റെസ്റ്റ് കണ്ടീഷനിൽ അനങ്ങാതെ നിൽക്കുന്ന കേസസ് ആണ്. യു ആർ ഇൻ സ്റ്റാറ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കുട്ടീനെ ഒരു കുട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ കുട്ടി എന്താണ്? അനങ്ങാതെ നിൽക്കുന്ന കണ്ടീഷനാണ്, അനങ്ങത്തില്ല. അപ്പൊ ആ അനങ്ങാതെ നിൽക്കുന്ന കണ്ടീഷനിൽ ആ കുട്ടിയുടെ ബിഹേവിയർ എങ്ങനെയാണ്, ആ കുട്ടിയുടെ സ്വഭാവം എങ്ങനെയാണ് എന്നൊക്കെ പറയുകയാണ് എങ്കിലും നമുക്ക് അവിടെ ആ കുട്ടി എന്ത് റിലേഷനാണ് നിൽക്കുന്നത്? സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നത് എന്ന് പറയും. ആ സമയം ഡൈനാമിക് ആണെങ്കിലോ, ഡൈനാമിക്സ് നമ്മൾ 10ാമത്തെ ചാപ്റ്റർ, കഴിഞ്ഞ വർഷത്തെ 10ാമത്തെ ഫ്ലൂയിഡ് ഡൈനാമിക്സിന്റെ കേസസ് പറഞ്ഞതാണ്. ഫ്ലൂയിഡ് ഡൈനാമിക്സ് മീൻസ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ബെർണോളീസ് തിയറം മെയിൻ ടോപ്പിക് ആയിരുന്നു. അതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ അവിടെയാണ് നമുക്ക് ഫ്ലൂയിഡ് ഡൈനാമിക്സിന്റെ കേസസിലാണ് വന്നത്. അപ്പൊ ഡൈനാമിക് മീൻസ് എന്താണ്? മൂവിംഗ് പാർട്ടിക്കിൾസിന്റെ കേസസ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഇതിനെ കോർത്തിണക്കുമ്പോൾ നമുക്ക് ഇലക്ട്രോ ഡൈനാമിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോ സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ, ഇലക്ട്രോസ്റ്റാറ്റിക്സ് മീൻസ് ഇലക്ട്രിക് ചാർജസിനെ കുറിച്ച്, ചാർജുകളെ കുറിച്ചൊക്കെ നിങ്ങൾ കെമിസ്ട്രിക്കകത്ത് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇലക്ട്രിക് ചാർജസ് എന്ന് പറയുന്നത്
സ്റ്റാറ്റിക് കണ്ടീഷനിലാകാം അല്ലെങ്കിൽ മൂവിംഗ് കണ്ടീഷനിലാകാം. രണ്ട് കണ്ടീഷനിലാകാം. ഒന്ന് സ്റ്റാറ്റിക് കണ്ടീഷനിലാകാം അല്ലെങ്കിൽ മൂവിംഗ് കണ്ടീഷനിലാകാം. അപ്പൊ സ്റ്റാറ്റിക് കണ്ടീഷൻ അല്ലെങ്കിൽ റെസ്റ്റ് കണ്ടീഷനിലാണ് എങ്കിൽ ആ ഒരു ബിഹേവിയറിനെ കുറിച്ച് അവിടെ ഉണ്ടാകുന്ന ആ ചാർജസിന് ചുറ്റും എന്താണ് ഒരു ഫോഴ്സ് ഉണ്ട്. റെസ്റ്റ് കണ്ടീഷനിലാണ് എങ്കിലും ചാർജസിന് ചുറ്റും ഒരു ഫോഴ്സ് ഉണ്ടാകാം, ഒരു ഫീൽഡ് ഉണ്ടാകാം, അല്ലെങ്കിൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഫീൽഡ് കൂടിയ റീജിയന്റെ പൊട്ടൻഷ്യൽ കൂടുതലും കുറഞ്ഞ റീജിയന്റെ പൊട്ടൻഷ്യൽ കുറവും ഒക്കെയാണ്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്ന മേഖലയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോ ഡൈനാമിക്സ് മീൻസ് ചാർജസ് റെസ്റ്റിൽ ഇരിക്കുവല്ല, അവനിങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുവാണ്. PT ഉഷ ഓടുന്നത് പോലെ എന്താ പറയുന്നത്, അനങ്ങാതെ നിൽക്കുവല്ല, ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചാർജുകൾ ഓടുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്, അവിടുത്തെ ഫിനോമിനാസ്, അവിടുത്തെ ഫീൽഡ്, അവിടുത്തെ ഫോഴ്സസ്, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന മേഖലയാണ് ഇലക്ട്രോ ഡൈനാമിക്സ്. സോ ഇലക്ട്രോമാഗ്നറ്റിസം can be classified into two, electrostatics and electrodynamics. Then ഇനി നമ്മുടെ സെക്ഷന്റെ അകത്തോട്ട് വരികയാണ്. നമ്മുടെ ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്താണ്, എന്തുകൊണ്ടാണ് ഇലക്ട്രോമാഗ്നറ്റിക്സ് ഇവിടെ പറയുന്നത്, ഇലക്ട്രോ ഡൈനാമിക്സിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇലക്ട്രോ സ്റ്റാറ്റിക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ ചാപ്റ്റർ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്ററുകള് സെക്കൻഡ് ഇയറിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്ററുകള് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ഈ രണ്ട് ചാപ്റ്ററുകള് ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ കീഴിലാണ് വരുന്നത്. നമുക്ക് കുറെ ചാപ്റ്ററുകൾ ഇലക്ട്രോമാഗ്നറ്റിക്സിന്റെ സെക്ഷനിൽ നിന്ന് നമുക്ക് ഈ വർഷം പഠിക്കാനുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ മെക്കാനിക്സ് ആണ് പഠിച്ചത്. കഴിഞ്ഞ വർഷം നമ്മൾ ന്യൂട്ടന്റെ ലോയും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള മെക്കാനിക്സ് ടോപ്പിക്കുകളുമാണ് പഠിച്ചത് എങ്കിൽ ഇവിടെ നമ്മൾ എന്താണ്, ഇലക്ട്രോമാഗ്നറ്റിസം നമ്മുടെ ഒരു മെയിൻ ബ്രാഞ്ചാണ്. ഇവിടെ നമ്മൾ കുറെ ചാപ്റ്ററുകൾ ഇലക്ട്രോമാഗ്നറ്റിസത്തെയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ രണ്ട് ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ കീഴിലും ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുന്നത് 3 തുടങ്ങി 7 വരെയുള്ള ചാപ്റ്ററുകൾ നമുക്ക് ഇലക്ട്രോ ഡൈനാമിക്സിന്റെ കീഴിലാണ് എന്ന് പറയാം. മൂന്നാമത്തെ ചാപ്റ്റർ കറന്റ് ഇലക്ട്രിസിറ്റി ആണ്. 7ാമത്തെ ചാപ്റ്റർ ഓൾട്ടർനേറ്റിംഗ് കറന്റിന്റെ ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ആ ഒരു ചാപ്റ്ററുകളെല്ലാം എന്ന് പറഞ്ഞാൽ മൂവിംഗ് ചാർജസ് ഇലക്ട്രിക് ചാർജസ് മൂവ് ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് വരുന്നത്, ഇലക്ട്രിക് കറന്റ് പ്രൊഡ്യൂസ്, നമ്മൾ പറയുന്ന ഈ കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു മേഖല, കറന്റിന്റെ മേഖലകളെ കുറിച്ചൊക്കെ പഠിക്കുന്ന മേഖലയാണ് ഇലക്ട്രോ ഡൈനാമിക്സ്. അത് നമ്മൾ 3rd ചാപ്റ്റർ തുടങ്ങി മുൻപോട്ട് പഠിക്കും. അപ്പൊ ആദ്യത്തെ 2 ചാപ്റ്ററുകൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പൊ ആദ്യത്തെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സിലാണ് എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ചാർജസ് അറ്റ് റെസ്റ്റ്. അപ്പൊ നമ്മൾ ഈ ഒരു കണ്ടീഷനകത്ത് നമ്മൾ പറയുമ്പോൾ ചാർജസ് അറ്റ് റെസ്റ്റ് കണ്ടീഷനിലാണ്, ഇത് മൂവ് ചെയ്യുന്നില്ല. പോസിറ്റീവ് 2 ടൈപ്പ് ഓഫ് ചാർജസ് ആണ്, പോസിറ്റീവും നെഗറ്റീവും ആകാം. അപ്പൊ അത് പോസിറ്റീവ് ആകാം, നെഗറ്റീവും ആകും, പോസിറ്റീവും നെഗറ്റീവും, അങ്ങനെ ഡിഫറെന്റ്. നമുക്ക് നെഗറ്റീവും പോസിറ്റീവ് നെഗറ്റീവ് എങ്ങനെ വേണമെങ്കിലും ചാർജസ് ആകാം. അപ്പൊ അതിന്റെ അകത്ത് അവിടെ ഉണ്ടാകുന്ന ഫോഴ്സസ്, ഫീൽഡ്, പൊട്ടൻഷ്യൽ ഒക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നമ്മുടെ ചാർജിന്റെ ആദ്യത്തെ പോർഷന്റെ അകത്തോട്ട് വരികയാണ്. ആദ്യത്തെ പോർഷന്റെ അകത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഇലക്ട്രിക് ചാർജ് ആണ്, ഇലക്ട്രിക് ചാർജസ് ആണ് രണ്ടിന്റെ അകത്ത് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്താണ് ഇലക്ട്രിക് ചാർജ്, എന്താണ് ഇലക്ട്രിക് ചാർജ് എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഇപ്പൊ ഇലക്ട്രിക് ചാർജിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ Q ആണ്. ഇപ്പൊ ചില സമയത്ത് സ്മോൾ ലെറ്റർ Q റെപ്രസെന്റ് ചെയ്യാറുണ്ട്, ചില സമയത്ത് ക്യാപിറ്റൽ ലെറ്റർ Q റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിവേ എന്തായാലും Q ആണ് ചാർജിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത്. ഇനി അവിടെ ചാർജ് ഈസ് ആൻ ഇൻഹെറിറ്റർ പ്രോപ്പർട്ടീസ് ഓഫ് എ മാറ്റർ. നമ്മുടെ ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും മാറ്റർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഫ്ലൂയിഡ്സിനെ കുറിച്ചും സോളിഡിനെ കുറിച്ചൊക്കെ നമുക്ക് 9ാമത്തെ ചാപ്റ്റർ സോളിഡിനെ കുറിച്ച്, 10ാമത്തെ ചാപ്റ്റർ ഫ്ലൂയിഡിനെ കുറിച്ച്, ഇവിടെയൊക്കെ നമ്മൾ തെർമൽ പ്രോപ്പർട്ടീസ് ഒക്കെ പറഞ്ഞപ്പോഴും നമ്മൾ ഈ മാറ്ററിന്റെ കേസസ് പറഞ്ഞതാണ്. ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും മാറ്റർ കൊണ്ടാണ്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു അവസ്ഥയിലായിരിക്കും ഇത് കാണപ്പെടുന്നത്. അപ്പൊ മാറ്റർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ മാറ്ററിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾ കെമിസ്ട്രിക്കകത്ത് പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചിട്ടുള്ളത്? ന്യൂട്രോൺ, അതായത് പ്രോട്ടോൺസ് ഉണ്ട്, പോസിറ്റീവ് ചാർജ് ആയ പ്രോട്ടോൺസ് സെന്ററിലും അതിന്റെ അകത്ത് തന്നെ ന്യൂട്രോൺസ് ഉണ്ട്. പക്ഷെ അതിനെന്ത് ചാർജ് ഇല്ല.
ഓക്കെ, അപ്പൊ അതിന് ചുറ്റും, അതായത് ഈ ന്യൂക്ലിയസിന് ചുറ്റും നമുക്ക് എന്ത് ചാർജ് ഉള്ള ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രോട്ടോൺസിന്റെ ചാർജ് പോസിറ്റീവും ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവുമാണ്. അപ്പൊ അങ്ങനെ ഒരു ആറ്റം കൊണ്ട്, ഇങ്ങനെയുള്ള ആറ്റം കൊണ്ടാണ് എല്ലാ വസ്തുക്കളും, നമ്മൾ ഈ കാണപ്പെടുന്ന എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയും, ഈ ഇതിന്റെ അകത്തെ രണ്ട് ടൈപ്പ് ഓഫ് ചാർജസ് ആണ് നമ്മൾ കാണുന്നത്. എന്താ? ന്യൂട്രോൺസിന് നമുക്ക് ചാർജ് ഇല്ല. രണ്ട് ടൈപ്പ് ഓഫ് ചാർജസ്, ഒന്ന് പോസിറ്റീവ് ആയിട്ടുള്ള പ്രോട്ടോൺസ്, രണ്ടാമത് ഇലക്ട്രോൺസ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസുമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ പറയുമ്പോൾ അതിനെയാണ് നമ്മൾ പൊളാരിറ്റി ഓഫ് ദി ചാർജസ് എന്ന് പറയുന്നത്. പൊളാരിറ്റി ഓഫ് ദി ചാർജസ്, നമ്മൾ പോസിറ്റീവ്ലി ചാർജ്ഡ് അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് എന്നൊക്കെ പറയുമ്പോൾ അതിന് പറയുന്ന ടേമാണ് പൊളാരിറ്റി. എവിടെയെങ്കിലും നിങ്ങൾ വായിക്കുമ്പോൾ പൊളാരിറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ പോസിറ്റീവ് ആണ് നെഗറ്റീവിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇതിന് പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞ് ചാർജിന് പേര് കൊടുത്തത് തന്നെ. അപ്പൊ അതിന്റെ പൊളാരിറ്റി ഇന്നതാണ്, പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ പൊളാരിറ്റി നെഗറ്റീവ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ, പൊളാരിറ്റി എന്ന് കേൾക്കുമ്പോൾ ആരും പേടിക്കണ്ട. എന്താണ് അതിനെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നതിന്റെ ഒരു ടേമാണ് പൊളാരിറ്റി എന്ന് പറയുന്നത്. സോ രണ്ട് ടൈപ്പ് ഓഫ് ചാർജസ് ആണ്, പ്രോട്ടോൺസും ഇലക്ട്രോൺസുമാണ്. നമുക്ക് ന്യൂട്രോൺസിനെ ചാർജ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചാർജിന് ചാർജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ന്യൂട്രോൺസിന് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല. നമ്മളിനി പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഏതിന്റെ അകത്താ? ചാർജ് ഉള്ള രണ്ട് പാർട്ടികൾ, ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസിന്റെ കേസസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ പറയും, നിങ്ങൾ കെമിസ്ട്രിക്കകത്ത് പീരിയോഡിക് ടേബിളുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. പീരിയോഡിക് ടേബിൾ ഒക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു എന്താണ്, ഇലക്ട്രോൺസിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലില് ഇത്ര ഇലക്ട്രോൺസ് ഉണ്ട് എങ്കിൽ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ക്ലാസിഫിക്കേഷനും അതിന്റെ പ്രോപ്പർട്ടീസും ഗുണങ്ങളും ഒക്കെ നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ചാർജ് പാർട്ടിക്കിളായ പ്രോട്ടോൺസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ആണ് ഒരു മാറ്ററിന്റെ പ്രോപ്പർട്ടീസിനെ എന്ത് ചെയ്യുന്നത്? തീരുമാനിക്കുന്നത്. സോഡിയം പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യും എന്ന് പറയുമ്പോൾ സോഡിയത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ആ ഇലക്ട്രോൺസ് ബാലൻസ്ഡ് ആണോ, അല്ലെങ്കിൽ അതിനെ വിട്ടുകൊടുക്കുവോ, അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കുവോ എന്നൊക്കെയുള്ള കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് അതിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തു പറയാം? ചാർജസ് ഈസ് ആൻ ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. ഒരു മാറ്ററിന് രണ്ട് പ്രോപ്പർട്ടീസ് ആണ് ഇൻഹെറിറ്റഡ് ആയിട്ട് വരുന്നത്. ഒന്ന് മാസ് ആണ്. മാസിനെ ഓൾവേസ് നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ചാർജസിന്റെ കേസസിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസിന്റെ നെഗറ്റീവും പ്രോട്ടോൺസിന് പോസിറ്റീവുമാണ്. അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു മാറ്ററിന്റെ പ്രോപ്പർട്ടീസിനെ നിശ്ചയിക്കുന്നത്. ദാറ്റ് ഈസ് ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടീസ് ഓഫ് എ മാറ്റർ അല്ലെങ്കിൽ ഇൻട്രിൻസിക് പ്രോപ്പർട്ടീസ് ഓഫ് എ മാറ്റർ എന്ന് പറയുന്നത്. ഇൻട്രിൻസിക് അല്ലെങ്കിൽ ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ് ചാർജ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്റെ ക്യാരക്ടറിന്റെ അകത്ത്, എന്റെ സ്വഭാവത്തിന്റെ അകത്ത് എനിക്ക് കുറെ കാര്യങ്ങള്, എന്റെ സ്വഭാവത്തിന്റെ കുറെ കാര്യങ്ങള് ജനറ്റിക് ആണ്. എന്റെ പേരൻസിന്റെ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിന്റെ ഒക്കെ എന്തുണ്ട്? സ്വഭാവ ഗുണങ്ങള് എന്നിലോട്ട് പാരമ്പര്യമായിട്ട് വന്നു ചേർന്നിട്ടുണ്ട്. ആ പാരമ്പര്യത്തിന്റെ ആ ഒരു ജീൻസ് ആണ് എന്റെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത് എന്ന് വേണേൽ പറയാം. എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ ഇതിന്റെ പാറ്ററിന്റെ സ്വഭാവത്തെ പാരമ്പര്യമായിട്ട് എനിക്ക് കാത്തു സൂക്ഷിക്കുന്ന കൊണ്ടുവരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്, ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടി ആണ് എന്ന് പറയുന്നത് ചാർജ് എന്ന് പറയുന്നത്. ഇപ്പൊ ചാർജ് പറയുമ്പോഴേ ചാർജിന്റെ യൂണിറ്റ് സ്കെയിലർ ആണ്. സ്കെയിലർ മീൻസ് ചാർജിന്റെ യൂണിറ്റ് കൂളമാണ്. ഇസ് സ്കെയിലർ വെക്ടർ ആണ്, സ്കെയിലർ ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സ്കെയിലർ ആണ്. അപ്പൊ അതിന്റെ ചാർജിന്റെ യൂണിറ്റ് നമ്മൾ എപ്പോഴും എടുക്കുന്ന 1.602 × 10⁻⁻19 കൂളമാണ്. യൂണിറ്റ് കൂളമാണ്. അപ്പൊ അത് ഓർത്തിരിക്കുക. 1.02 × 10⁻⁻19 കൂളമാണ്. അത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ അത് പല പ്രാവശ്യവും നമ്മുടെ ഈ റീഡിങ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇസ് ആൻ ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് ചാർജ് എന്ന് പറയുന്ന ഒരു ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടീസ് ആണ്. ഇസ് സ്കെയിലർ ആണ്. അതിന്റെ ചാർജിന്റെ യൂണിറ്റ് ആണ് 1.602 × 10⁻⁻19 കൂളമാണ്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് രണ്ട് ടൈപ്സ് പറയുമ്പോൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ആണ്. ഇതിന്റെ അകത്ത് ഇതിനെ അല്ലെങ്കിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറയുമ്പോഴാണ് നമ്മൾ അതിനെ എന്ത് പറയുന്നത്? പൊളാരിറ്റി ഓഫ് ചാർജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മള് ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് ഇതാണ് നമ്മുടെ എന്താ പറയുന്നത് ചാർജസിനെ കുറിച്ച് നമ്മൾ പറയാനുള്ളത്.
ഇനി നമ്മള് ഇവിടെ നമുക്കറിയാം നമ്മൾ രണ്ട് തരത്തിലുള്ള ചാർജസ് പറഞ്ഞു, പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ചാർജസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് പോസിറ്റീവ്, അതായത് സെയിം ചാർജസ് ആണ് എങ്കിൽ പോസിറ്റീവും പോസിറ്റീവും അല്ലെങ്കിൽ നെഗറ്റീവും നെഗറ്റീവും സെയിം ചാർജസ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ കെമിസ്ട്രിക്കകത്തൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് അവിടെ റിപ്പൾസീവ് പ്രോപ്പർട്ടി ആണ് അതിനുള്ളത്. സെയിം ചാർജസ് ആണ് എങ്കിൽ അവിടെ റിപ്പൾസീവ് പ്രോപ്പർട്ടിയും, ഡിഫറെന്റ് ടൈപ്പ് പോസിറ്റീവും നെഗറ്റീവും ചാർജസ് ആണ് എങ്കിൽ അവിടെ എന്ത് വരും, അട്രാക്റ്റീവ് പ്രോപ്പർട്ടിയുമാണ് ഉണ്ടാകുന്നത്. അട്രാക്റ്റീവ് പ്രോപ്പർട്ടിയുമാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഈ അട്രാക്റ്റീവ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ റിപ്പൾസീവ് പ്രോപ്പർട്ടി എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ്, ഇലക്ട്രിക് ഫോഴ്സസ് ആണ്. ആ ഇലക്ട്രിക് ഫോഴ്സസിനെ കുറിച്ച് പഠിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഇങ്ങനെ ഉണ്ടാകുന്ന ചാർജസുകളെ റെസ്റ്റ് ചെയ്ത് മൂവ് ചെയ്യുന്നില്ല. മൂവ് ചെയ്യാത്തപ്പോൾ തന്നെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ചാർജസ് ആണ് എങ്കിൽ അവിടെ അട്രാക്റ്റീവ് പ്രോപ്പർട്ടി ആണ്. അങ്ങനെ അട്രാക്റ്റീവ് പ്രോപ്പർട്ടി ആണെങ്കിൽ ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫോഴ്സസ് ആണ്. അല്ലെങ്കിൽ ഈ ചാർജസ് ഇങ്ങനെ റെസ്റ്റിലിരിക്കുമ്പോൾ തന്നെ അതിന് ചുറ്റും ഒരു ഫീൽഡ് ഉണ്ട്. ആ ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ്സിനെ കുറിച്ച് പഠിക്കുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന മേഖലയാണ് എന്ത് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ബേസിക്കലി നമ്മൾ പറഞ്ഞാൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്ററിൽ നമ്മൾ ഈ ഇലക്ട്രിക് ഫോഴ്സസിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന മേഖലയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ അകത്തോടെ നമ്മൾ കടന്നു പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കുറച്ച് ഇൻട്രൊഡക്ഷൻ പാർട്ടുകളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അപ്പൊ നമുക്ക് പ്രോപ്പർട്ടീസിന് ഇനി രണ്ട് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഇനി ആ കണ്ടീഷൻസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കണ്ടീഷൻസിന്റെ അകത്തോട്ട് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ പറഞ്ഞു രണ്ട് ടൈപ്പ് ഓഫ് ചാർജസ് ആണ് ഉള്ളത്. ഒന്ന് പോസിറ്റീവ് ചാർജ് പ്രോട്ടോണിന്റെ കേസസ്, രണ്ടാമത് നെഗറ്റീവ് ചാർജ് ഇലക്ട്രോണിന്റെ കേസസ് എന്നാണ്. അപ്പൊ നമ്മുടെ ഈ രണ്ട് ചാർജസും, ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും കൂടെ കമ്പൈൻ ചെയ്ത് വരുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്നതാണ് ക്വാണ്ടം ഓഫ് ചാർജ് എന്ന് വിളിക്കുന്നത്. എന്താണ് ക്വാണ്ടം ഓഫ് ചാർജ്? ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും, ദാറ്റ് ഈസ് ഇലക്ട്രോൺ പ്ലസ് പ്രോട്ടോൺ, അതിന്റെ ചാർജസ് കമ്പൈൻ ചെയ്ത് വരുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താണ്, ക്വാണ്ടം ഓഫ് ചാർജ്. ദാറ്റ് ഈസ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് പ്ലസ് ഓർ മൈനസ് ഇ. ഇ എന്ന് പറയുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ചാർജിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഇ ആണ്. ദെയർഫോർ ക്വാണ്ടം ഓഫ് ചാർജിനെ റെപ്രസെന്റ് ചെയ്യുന്നത് പ്ലസ് ഓർ മൈനസ് ഓഫ് ഇ ആണ് എന്നൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നമ്മുടെ മെറ്റീരിയൽസിന്റെ കണ്ടീഷന്റെ അകത്തോട്ട് നമ്മൾ വരികയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും എങ്ങനെയാണ്, മാറ്റർ കൊണ്ടാണ് നമ്മൾ മാറ്ററാണ്. അപ്പൊ അത് ആറ്റം എന്ന് പറയുന്ന സംഭവം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ മാറ്റർ എന്ന് പറയുന്ന അതിന് രണ്ട് കണ്ടീഷൻസ് നമുക്ക് പറയാൻ പറ്റും. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അതിന്റെ നോർമൽ കണ്ടീഷനാണ്. ഒരു വസ്തു നോർമൽ കണ്ടീഷൻ ആണ് എന്ന് പറഞ്ഞാൽ ആ വസ്തുവിന്റെ അകത്ത് പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും നമ്പറുകൾ എന്താണ്, ഈക്വൽ ആയിരിക്കും. പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും നമ്പർ ഈക്വൽ ആവുന്ന ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോർമൽ കണ്ടീഷൻ. ദാറ്റ് ഈസ് ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ആണ് നോർമൽ കണ്ടീഷൻ. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ന്യൂട്രൽ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു 100 പോസിറ്റീവ് ചാർജ് പ്രോട്ടോൺസ് ഉണ്ടെങ്കിൽ 100 ഇലക്ട്രോൺസും ഉണ്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആ ഒരു ഒബ്ജക്ട് എന്താണ്, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് എന്ന് പറയേണ്ടി വരും. ഇനി നമുക്ക് ഡ്യൂറിങ് ഇന്ററാക്ഷൻസ്, നമ്മൾ എന്തെങ്കിലും ഒരു ഇന്ററാക്ഷൻസ് അവിടെ ചെയ്യുകയാണ് എങ്കിൽ അവിടെ നമുക്കറിയാം, നമുക്ക് ഇന്ററാക്ഷൻസ് നടക്കുമ്പോഴാണ് ഒരു ഒബ്ജക്റ്റ് എന്തായിട്ട് തീരുന്നത്, ചാർജ് ഉള്ള വസ്തുവായിട്ട് തീരുന്നത്. നമ്മള് ചെറിയ ക്ലാസ്സുകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണ്, കുറെ ചെറിയ ചെറിയ പീസുകൾ പേപ്പേഴ്സ് എടുക്കും, പിന്നെ നമ്മൾ സ്കെയിൽ എടുക്കും. സ്കെയിൽ എടുത്തിട്ട് നമ്മൾ തലയിൽ ഈ സ്കെയിൽ ഇട്ടിട്ട് ഒരസും. ഇങ്ങനെ ഒരസി കഴിഞ്ഞിട്ട് നമ്മൾ പേപ്പറിന്റെ അവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോഴാണ്, ഒരസുന്നതിന് മുമ്പൊന്നും ഈ പേപ്പറുകളോ അല്ലെങ്കിൽ ഈ സ്കെയിലോ തമ്മിൽ യാതൊരു അട്രാക്ഷനും ഇല്ല. ആ സമയം നമ്മള് ഡ്യൂറിങ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഫ്രിക്ഷൻ ആണ് അവിടെ കൊടുക്കുന്നത്. നമ്മൾ രണ്ട് വസ്തുക്കളെ തമ്മിൽ ഒരസി നീക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഫോഴ്സ് ആണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ലോസ് ഓഫ് മോഷന്റെ ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി, ഫസ്റ്റ് ഇയറിൽ. ഓക്കെ, അപ്പൊ നമ്മുടെ അവിടെ ഒരു ഫ്രിക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് എന്തായിട്ട് മാറുന്നു, ചാർജ് ഉള്ള വസ്തുവായിട്ട് മാറും. അപ്പൊ ഡ്യൂറിങ് ഇന്ററാക്ഷന്റെ സമയത്ത് ആണ് നമുക്ക് എന്ത് ആകുന്നത്,
നമുക്ക് എന്തെങ്കിലും ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ അല്ലെങ്കിൽ 3 തരത്തിലുള്ള ചാർജിങ് മെത്തേഡ്സ് ഉണ്ട്, നമ്മൾ ഇനി ഉടനെ പറയും. അപ്പൊ അങ്ങനെയുള്ള മെത്തേഡ്സുകൾ വഴി, ഫ്രിക്ഷൻ വഴി, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഫസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് സ്കെയിൽ ഉറസുന്ന കേസ് തന്നെ മനസ്സിലോർക്കുക. സ്കെയിൽ ഉറസുന്നതിന് മുമ്പ് അത് യാതൊരു ഇന്ററാക്ഷനും ഇല്ല, ഉറത്തി കഴിയുമ്പോഴാണ് അവിടെ ഇന്ററാക്ഷൻസ് നടക്കുന്നത്. അങ്ങനെ ഇന്ററാക്ഷൻസ് നടക്കുമ്പോഴാണ് അവിടെ എന്ത് നടക്കുന്നത്, ആ വസ്തു എന്തായിട്ട് മാറുന്നത്, ചാർജ് ഉള്ള വസ്തുവായിട്ട് മാറുന്നത്. ഇനി എന്ത് ചാർജാണ് അവിടെ മാറുന്നത്? നമ്മൾ പറഞ്ഞു, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ പറഞ്ഞു എന്താണ് ഇതിന്റെ സെൻട്രൽ പാർട്ടിൽ പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നു, ഔട്ടർമോസ്റ്റ് ഷെല്ലില് ഇലക്ട്രോൺസ് ആണ് ഇരിക്കുന്നത് എന്ന്. ഇപ്പൊ ഔട്ടർമോസ്റ്റ് ഷെല്ലില് ഇലക്ട്രോൺസ് ഇരിക്കുമ്പോൾ നമ്മൾ രണ്ട് വസ്തുക്കളെ തമ്മിൽ ഇപ്പൊ എക്സാമ്പിൾ ഉറസുമ്പോൾ അവിടെ എന്ത് കൈമാറ്റം ചെയ്യും? ഈ അകത്തിരിക്കുന്ന പ്രോട്ടോണിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് എങ്ങോട്ടോ ട്രാൻസ്ഫർ ചെയ്യും, ഒന്നെങ്കിൽ വിട്ടുകൊടുക്കുക, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യും. അപ്പൊ ഇലക്ട്രോൺസിന്റെ ട്രാൻസാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അങ്ങനെ ഇലക്ട്രോൺസിന്റെ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴാണ് അവിടെ ഒരു ഒബ്ജക്റ്റ് എന്തായിട്ട് മാറുന്നത്, ചാർജ് ഉള്ള വസ്തുവായിട്ട് മാറുന്നത്. ഡ്യൂറിങ് ഇന്ററാക്ഷൻസിന്റെ ഇടയ്ക്കാണ് നമ്മൾ ചാർജുള്ള വസ്തുവായിട്ട് മാറുന്നത് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. ഇലക്ട്രോൺസ് ആണ് അവിടെ എന്താകുന്നത്, വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. നിങ്ങളുടെ കെമിസ്ട്രിക്കകത്ത് വാലൻസിയുടെ കേസസ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം ഇവിടെ നോർമൽ കണ്ടീഷന്റെ അകത്ത് ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ആണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റ്, നോർമൽ കണ്ടീഷനിലുള്ള ഒരു ഒബ്ജക്റ്റിനെ വേറെ ഒരു ഒബ്ജക്റ്റുമായിട്ട് കൂട്ടി ഉരസുമ്പോൾ അവിടെ എന്ത് നടക്കും? ഇന്ററാക്ഷൻസ്. ഫ്രിക്ഷൻ മാത്രമല്ല, നമുക്ക് ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഉരസുമ്പോൾ നമുക്ക് അവിടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ആണ് ഫ്ലോ ചെയ്യുന്നത് അല്ലെങ്കിൽ വന്നു ചേരുക. ഇലക്ട്രോൺസിന്റെ ട്രാൻസാക്ഷൻ മാത്രമാണ് അവിടെ നടക്കുന്നത്, പ്രോട്ടോൺസിന് യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് ഓർക്കുക. അപ്പൊ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ടേക്സ് പ്ലേസ്. ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്നതാണ് എങ്കിൽ, കെമിസ്ട്രിക്കകത്ത് പഠിച്ച അതേ കോൺസെപ്റ്റ്, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഉള്ള ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുവാണെങ്കിൽ ആ ഒബ്ജക്റ്റ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് മാറും. കാരണം ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുവാണ്, സ്വീകരിക്കുവാണ്. ഒരു വസ്തുവിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തോട്ട് വന്ന് അതിനെ സ്വീകരിക്കുന്ന വസ്തു നെഗറ്റീവ്. കാരണം ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. ദെയർഫോർ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആയിട്ട് മാറും. ആ സമയം ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുന്നതിന് നോർമൽ ഒബ്ജക്റ്റിന്റെ അകത്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നോർമൽ ഒബ്ജക്റ്റിന്റെ അകത്ത് 50 പ്രോട്ടോണും 50 ഇലക്ട്രോൺസും ഉണ്ട്. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് ഇലക്ട്രോൺസ് പോകുക, ഇവിടെ പോസിറ്റീവ്ലി ലോസ് ചെയ്യാണ്, ഇലക്ട്രോൺസ് പോകുക എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് 2 എണ്ണം പോയാൽ ഇവിടെ എന്ത് കൂടി? 52 ഇലക്ട്രോൺസ് കൂടി. 52 2 ഇങ്ങോട്ട് മാറി എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രോട്ടോൺ 50ഉം ഇവിടെ ഇലക്ട്രോൺ എത്രയാണ്? 52ഉമാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇലക്ട്രോണിന്റെ എണ്ണം കൂടുമ്പോൾ ഇവിടെ എന്താകും? ദാറ്റ് ഇസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആകും. ഇവിടെ ലോസ്, ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുക മീൻസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. അതായത് നഷ്ടപ്പെടുമ്പോൾ ഇവിടെ എന്താകും? 50 എന്നുള്ളത് ഇലക്ട്രോണിന്റെ എണ്ണം 48 ആകും. എന്ന് പറഞ്ഞാല് ഇവിടെ പ്രോട്ടോണിന്റെ എണ്ണം എത്രയാണ്? 50 ആണ്. അപ്പൊ പ്രോട്ടോണിന്റെ എണ്ണം, പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ എണ്ണം കൂടും. അപ്പം ദെയർഫോർ ചാർജിങ് ലോസ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യുകയാണ് എങ്കിൽ ദാറ്റ് ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാണ്. അപ്പൊ ഇത്ര മാത്രം ഓർക്കുക, ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാക്കി, ലോസ് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാവും. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു എന്തുമാത്രം. ഇപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞത്? ഇലക്ട്രോൺസ് ആണ്, ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ആണ് ഫ്ലോ ചെയ്യുന്നത്. ഇലക്ട്രോൺസിന്റെ അകത്ത് മാത്രമാണ് ഒരു വ്യത്യാസം വരുന്നത്, പ്രോട്ടോണിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. അപ്പം ഇങ്ങനെ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാകാം, അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്തുകൊണ്ട് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാകാം. എങ്ങനെയാണ് എങ്കിലും ഇലക്ട്രോൺസിന്റെ ട്രാൻസാക്ഷൻസ് വഴി അവിടെ എന്താകും? ആ ഒരു ഒബ്ജക്റ്റ് ട്രാൻസാക്ഷൻസ് നടന്ന് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് എന്തായിട്ട് മാറും? നോർമൽ കണ്ടീഷനിൽ നിന്നും എന്തായിട്ട് മാറും? ചാർജിങ് ഒബ്ജക്റ്റ് ആയിട്ട്, ചാർജുള്ള ഒരു വസ്തുവായിട്ട് മാറും. ചാർജുള്ള വസ്തുവായിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സിനെ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രിഫിക്കേഷൻ അല്ലെങ്കിൽ ചാർജിങ് എന്ന് വിളിക്കുന്നത്. അപ്പം ഒരു നോർമൽ കണ്ടീഷനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഡ്യൂറിങ് ട്രാൻസാക്ഷൻസ് വഴി ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ഒക്കെ ചെയ്തു കഴിയുമ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്? ഇലക്ട്രിഫിക്കേഷൻ അല്ലെങ്കിൽ ചാർജിങ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ന്യൂട്രൽ ഓർ എ നോർമൽ ബോഡീസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ചാർജ്ഡ് ഒബ്ജക്ട്സ് ഈസ് നോൺ ആസ് എ ഇലക്ട്രിഫിക്കേഷൻ.
ന്യൂട്രൽ ആയിട്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നോർമൽ ആയിട്ടിരിക്കുന്ന ഒരു ബോഡീസ് ക്യാൻ ബി നോർമൽ ബോഡീസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും ആണുള്ളത്. ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു ചാർജ്ഡ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ നോർമൽ കണ്ടീഷനിൽ നിന്ന് മാറി ഈക്വൽ നമ്പർ എന്നുള്ളതിന്റെ അകത്ത് വ്യത്യാസം വരും. ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്നുള്ളത് അവിടെ ബ്രേക്ക് ചെയ്യും. എന്നാൽ ചാർജ് അങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് വരുന്നത്, ചാർജ്ഡ് ഒബ്ജക്ട്സ് ആയിട്ട് വരുന്ന ഈസ് നോൺ ആസ് അങ്ങനെ നടക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇലക്ട്രിഫിക്കേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി നമുക്ക് 3 തരത്തിലുള്ള ചാർജിങ് മെത്തേഡ്സ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് പഠിക്കാനുള്ളത്. 3 തരത്തിലുള്ള ചാർജിങ് മെത്തേഡ്സ് ആണ്. ആ 3 മെത്തേഡ്സ് ആണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. അതിന്റെ തന്നെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുന്നത്. ചാർജിങ് ബൈ ഫ്രിക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ സ്കെയിലൊക്കെ ഉരസുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇതാണ് ചാർജ്. വസ്തുക്കളോ ഉരസലിൽ കൂടി നമുക്ക് വസ്തുക്കളോ ചാർജ് ആകുന്ന കേസസ് ആണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. അവിടെ അതിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത് കണ്ടക്ഷൻ, മൂന്നാമത് ഇൻഡക്ഷൻ. ഇനി നമ്മൾ മൂന്നും എന്താണ്, ഇത് മൂന്നുമാണ് നമ്മൾ പറയുന്നത്. എന്താണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി, എന്താണ് കണ്ടക്ഷൻ, എന്താണ് ഇൻഡക്ഷൻ എന്ന്. അപ്പൊ 3 തരത്തിലുള്ള മെത്തേഡ്സ് ആണുള്ളത്, ഇത് 3. ഓക്കെ, അപ്പം നമ്മുടെ ഇത്രയും ഓർക്കുക. നോർമൽ കണ്ടീഷനിൽ നിന്ന് ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ് നടക്കുന്നത്. പ്രോട്ടോൺസിന് യാതൊരു വ്യത്യാസം വരുന്നില്ല ഡ്യൂറിംഗ് ഇന്ററാക്ഷൻസിന്റെ സമയത്ത്. അങ്ങനെ ചാർജ് അല്ലാത്ത ചാർജ് ഉള്ള വസ്തുക്കളായി ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തോ അല്ലെങ്കിൽ സ്വീകരിച്ചോ ഒക്കെ ചാർജ് ഉള്ള വസ്തുക്കളായിട്ട് മാറുമ്പോഴാണ് അതിനെ എന്ത് വിളിക്കുന്നത്, ഇലക്ട്രിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. 3 തരത്തിലുള്ള മെത്തേഡ്സ് ആണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ, കണ്ടക്ഷൻ ആണ് ഇൻഡക്ഷൻ. നമുക്ക് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്താണ് എന്നാണ്. അപ്പൊ നമ്മളിനി ചാർജിങ് മെത്തേഡ്സുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ നമ്മുടെ മെത്തേഡാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടിവിയുടെ അടുത്തോട്ട് നമ്മൾ കൈകൾ കൊണ്ടുചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ രോമങ്ങളൊക്കെ ഉയർത്തെഴുന്നേറ്റ് നിൽക്കും. ഇന്നലെ നമ്മൾ പറഞ്ഞു, നമ്മുടെ സ്കെയിലേല് നമ്മള് തലമുടിയിൽ ഉണങ്ങിയ തലമുടിയിലിട്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ട് പേപ്പറെ പിടിപ്പിച്ച് ചെറിയ ചെറിയ പേപ്പറുകളിൽ പിടിപ്പിച്ച് കഴിഞ്ഞാല് അതെന്ത് ചെയ്യും, പേപ്പർ അത്തേല് അട്രാക്ട് ചെയ്യും. BC 600കളിലാണ് നമ്മുടെ ഈ ഫ്രിക്ഷൻ വഴിയുള്ള, അതായത് ചാർജിങ് ബൈ ഫ്രിക്ഷൻ വഴിയുള്ള വസ്തുക്കൾ അട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റിപ്പൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ശാസ്ത്രജ്ഞന്മാരെ കണ്ടുപിടിച്ചത്. ഗ്രീക്കിലുള്ള ആംബർ എന്ന് പറയുന്ന ഒരു മരത്തിന്റെ കറയാണ് ആംബർ എന്ന് പറയുന്നത്. ആ മരത്തിന്റെ കറ എടുത്തിട്ട് സിൽക്കയിലും വൂളയിലും ഒക്കെ ഇങ്ങനെ ഉരസി കഴിഞ്ഞപ്പോൾ ഇവ തമ്മിൽ അട്രാക്ട് ചെയ്യുന്നതായിട്ട് കണ്ടുപിടിക്കുകയും പിന്നീട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സ്റ്റഡി നടത്തുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന് എന്താണ് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ചാർജസ് ഒക്കെ ഉണ്ട് എന്നുള്ള കൺസെപ്റ്റിലോട്ടൊക്കെ വന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ പഠിക്കുവാനുള്ളത് ചാർജിങ് ബൈ ഫ്രിക്ഷൻ ആണ്. അപ്പൊ ഫ്രിക്ഷൻ എന്താണ് അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്താണ് എന്നാണ് നമുക്ക് ഈ ഒരു ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. എന്താണ് ഫ്രിക്ഷൻ? 2 വസ്തുക്കള് നമ്മൾ ലോസ് ഓഫ് മോഷന്റെ ചാപ്റ്ററിൽ ഫസ്റ്റില് പഠിച്ചു. 2 വസ്തുക്കള് ഉരച്ച് നീങ്ങുമ്പോൾ അതിന്റെ ഇടയ്ക്കുണ്ടാകുന്നതാണ് എന്ത് എന്ന് പറയുന്നത്, ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ടേം എന്താണ്, ആദ്യത്തെ മെത്തേഡാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. അപ്പൊ നമുക്ക് ഈ ഒരു നമ്മുടെ ഹെഡിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ചാർജ് ചെയ്യപ്പെടുന്നുണ്ട് ഫ്രിക്ഷൻ വഴി. 2 വസ്തുക്കളെ ഉരಸಿ നീക്കുമ്പോൾ എന്താണ് അത് തമ്മിൽ ഉരಸಿ നീങ്ങുമ്പോൾ ആ 2 വസ്തുക്കളും എന്താകുന്നുണ്ട്, ചാർജ്ഡ് ആകുന്നുണ്ട്. ചാർജ്ഡ് ആകുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്, ഇലക്ട്രോൺസുകളുടെ ഫ്ലോയാണ്. ഇലക്ട്രോണുകൾ ഒന്നെങ്കിൽ പ്രോട്ടോണിന് ഇന്നറിലിരിക്കുന്ന പ്രോട്ടോണിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ആണ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയോ ഒന്നെങ്കിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ആ വസ്തുക്കളെ എന്തായിട്ട് മാറുന്നത്, ചാർജ്ഡ് ഒബ്ജക്ട്സ് ആയിട്ട് മാറുന്നത്. അപ്പൊ ചാർജിങ് ബൈ ഫ്രിക്ഷൻ മീൻസ് 2 വസ്തുക്കളെ ഉരಸಿ നീക്കുമ്പോൾ ആ വസ്തുക്കള് അല്ലെങ്കിൽ ഉരಸಿ നീക്കുക മീൻസ് റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്യുമ്പോൾ 2 ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ഫ്രം വൺ ബോഡി ടു അനദർ ബോഡി ബൈ റബ്ബിംഗ്. 2 വസ്തുക്കളെ തമ്മിൽ ഉരಸಿ നീക്കുമ്പോൾ റബ്ബ് ചെയ്യുമ്പോൾ ആ വസ്തുക്കള് ചാർജ് ചെയ്യപ്പെടുകയാണ് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ റബ്ബിംഗ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്
റബ്ബിംഗ് ആണ്. നമ്മൾ റബ്ബ് ചെയ്യുമ്പോഴാണ് എന്ത് അവിടെ വസ്തുക്കൾ ചാർജ് ആകുന്നത്. അങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിന്റെ ഫ്ലോ, പ്രോട്ടോൺസ് അല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കിക്കണം. ഈ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ആണ് അവിടെ നിന്നും ഫ്ലോ ചെയ്യപ്പെടുന്നത്. ഇലക്ട്രോൺസ് ഫ്ലോ ട്രാൻസ്ഫർ ഫ്രം വൺ ബോഡി ടു അനദർ ബോഡി. ഇനി എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ആ നെയിമിംഗ് അല്ലെ ചാർജിംഗ് ബൈ ഫ്രിക്ഷനെ തന്നെയാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം ഇലക്ട്രോണുകളുടെ ഫ്ലോയിനെയാണ് നമ്മൾ കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറയുന്നത്. മൂവിംഗ് ചാർജസിന്റെ കേസസിലാണ് എന്ത് പറയുന്നത്, ഇലക്ട്രിസിറ്റി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാല് നമുക്ക് ഇവിടെ രണ്ട് വസ്തുക്കളെ തമ്മിൽ ഒരസുമ്പോഴ് എന്താണ്, ഇലക്ട്രോൺസ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരാള് വിട്ടുകൊടുക്കുകയും ഒരാൾ അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ് അവിടെ നടക്കുന്നത്. സോ നമുക്ക് പറയാം ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഉള്ളത് കൊണ്ട് എന്താണ് അത് ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ബോഡി ഓൺ റബ്ബിംഗ് വിത്ത് അനദർ ബോഡി. രണ്ട് വസ്തുക്കൾ തമ്മിൽ ഒരു റബ്ബ് ചെയ്യുമ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇലക്ട്രോൺസിന്റെ ഫ്ലോയിനെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. സോ ആ ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ബോഡി ഓൺ റബ്ബിംഗ് വിത്ത് അനദർ ബോഡി. രണ്ട് വസ്തുക്കളെ ഉരസുമ്പോൾ റബ്ബ് ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രോൺസിന്റെ ഫ്ലോ നടക്കുന്നുള്ളത് കൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്, ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞാല്, when a glass rod is rubbed with silk, ഗ്ലാസ് റോഡിന്റെ മുകളിൽ കൂടി സിൽക്കിന്റെ നമ്മുടെ തുണി ഇട്ടിട്ട് നമ്മളിങ്ങനെ റബ്ബ് ചെയ്യിപ്പിക്കുന്നു. റബ്ബ് ചെയ്യിപ്പിക്കാൻ മീൻസ് ഇങ്ങനെ ഒരസുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തെരുതരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരസുക. അങ്ങനെ ഒരസുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ആ രണ്ട് വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് ക്രിയേറ്റ് ചെയ്യും, തെർമൽ എനർജി ക്രിയേഷൻ നടക്കും. തെർമൽ എനർജി ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ്, ഒരെണ്ണത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് അത് വർക്കിംഗ് ഫംഗ്ഷനും ഒക്കെ ഔട്ടർമോസ്റ്റ് ഷെല്ലിന്റെ ആ എനർജിനെ ഒക്കെ ആശ്രയിച്ചിരിക്കും. ഏതിനെ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണോ സ്വീകരിക്കണോ എന്നൊക്കെ ഉള്ളത്. അപ്പൊ അവിടെ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ റബ്ബ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയും ഒരെണ്ണം അതിനെ സ്വീകരിക്കും. അവിടെ ഇന്ററാക്ഷൻ നടക്കുന്ന വസ്തുക്കൾ തമ്മിൽ അവിടെ ഇലക്ട്രോൺസിനെ കൈമാറ്റം ചെയ്യപ്പെടും. സോ അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ, ഗ്ലാസ് റോഡ് ഈസ് റബ്ബഡ് വിത്ത് സിൽക്ക്. സിൽക്കുമായിട്ട് റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ ഗ്ലാസ് റോഡ് ഗെറ്റ് പോസിറ്റീവ്ലി ചാർജ്ഡ്. ഗ്ലാസ് ഗെറ്റ് പോസിറ്റീവ്ലി ചാർജ്ഡ് മീൻസ് എന്താ, ഗ്ലാസ് റോഡ് എന്തിനെ വിട്ടുകൊടുക്കുന്നുണ്ട്, ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുമ്പോഴാണ് ഇലക്ട്രോൺസ് അവിടെ നിന്ന് നമുക്ക് നോർമൽ കണ്ടീഷനിൽ നമുക്ക് ഉള്ള 50 ഇലക്ട്രോൺസ് 50 പ്രോട്ടോൺസും ആണെങ്കിൽ അവിടെ നിന്ന് ഇലക്ട്രോൺസ് മാറിക്കഴിയുമ്പോൾ അവിടെ പ്രോട്ടോൺസിന്റെ എണ്ണം കൂടുതലാണ്. 48, 2 ഇലക്ട്രോൺ ഇപ്പുറത്തോട്ട് മാറിയാൽ അവിടെ 48 ഇലക്ട്രോൺസേ ഉള്ളൂ, 50 പ്രോട്ടോൺ. അപ്പൊ അവിടെ എക്സസ് ആയിട്ട് നിൽക്കുന്നത് പോസിറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള പ്രോട്ടോൺസ് ആണ്. സോ അതിനെന്ത് കിട്ടും, ലോസ് ചെയ്യുന്ന വസ്തു എന്താകും, പോസിറ്റീവ്ലി ചാർജഡ് ആകും. അപ്പൊ ഗ്ലാസ് റോഡ് ഗെറ്റ് പോസിറ്റീവ്ലി ചാർജ്. ഗ്ലാസ് റോഡ് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നു. അതുപോലെ തന്നെ സിൽക്ക് എന്തിനെ സ്വീകരിക്കുന്നു. സിൽക്ക് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എക്സസ് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വന്നു ചേരിക്കണം. അപ്പൊ ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ അത് ഗെയിൻ ഇലക്ട്രോൺസ് ആകുമ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാകും. അപ്പൊ ഈ എക്സാമ്പിൾ ഒന്ന് ഓർത്തിരിക്കുക. വെൻ എ ഗ്ലാസ് റോഡ് ഈസ് റബ്ഡ് വിത്ത് സിൽക്ക്, സിൽക്കുമായിട്ട് റബ്ബ് ചെയ്താൽ ഗ്ലാസ് റോഡിന് പോസിറ്റീവ്ലി ചാർജ്ഡും സിൽക്കിന് നെഗറ്റീവ്ലി ചാർജ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട കാര്യം, ചാർജിംഗ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ട് വസ്തുക്കളെ തമ്മിൽ ഉരസി നീക്കുന്നു. അങ്ങനെ ഉരസി നീക്കുമ്പോൾ ആ ഇന്ററാക്ഷൻ നടക്കുന്ന വസ്തുക്കൾ തമ്മിൽ ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ അതിന്റെ അകത്ത് ഒരു വസ്തു എന്താകും, പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളും ഒരെണ്ണം നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളുമായിട്ട് മാറും. അപ്പൊ ഇവിടെ പറയാനുള്ളത് പോസിറ്റീവ്ലി ചാർജ്ഡ്, നമ്മൾ പറഞ്ഞ ചാർജിന്റെ ഇലക്ട്രോണിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് 1.6 × 10⁻⁻19 കൂളമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇവിടെ ഗ്ലാസ് റോഡ് പോസിറ്റീവ്ലി ചാർജ്ഡ്, അതായത് ഇപ്പം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുന്നുണ്ടെങ്കിൽ ഇവിടെ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആയിട്ട് മാറി. അപ്പൊ നമ്മൾ ഇവിടെ ഇതിന്റെ ഗ്ലാസ് റോഡിന്റെ ചാർജിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ പ്ലസ് പോസിറ്റീവിന്റെ സൈൻ കൊടുക്കണം. പോസിറ്റീവ് 1.6 × 10⁻⁻19 കൂളം എന്ന് റെപ്രസെന്റ് ചെയ്യണം.
നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആകുന്നുള്ള സിൽക്കിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം? -1.6 into 10⁻⁻19 കൂളം എന്ന് റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ അത് എവിടെയെങ്കിലും പ്രോബ്ലത്തിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇസ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളിന് പോസിറ്റീവ് ആയിട്ടുള്ള സൈൻ കൊടുക്കണം, ഇതിന് നെഗറ്റീവ് ആയിട്ടുള്ള സൈൻ കൊടുക്കണം. അപ്പം പറഞ്ഞു വന്നത്, അപ്പം നമ്മളെ രണ്ട് വസ്തുക്കളെ തമ്മിൽ ഫ്രിക്ഷൻ ചെയ്യിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ റബ്ബ് ചെയ്യിപ്പിക്കുമ്പോൾ ഒരു ഒബ്ജക്റ്റ് എന്തായിട്ട് മാറും? പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളും ഒരെണ്ണം നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളും ആയിട്ട് മാറും. അപ്പൊ ഏതാണ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആയിട്ട് മാറുന്നത്, ഏതാണ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആയി മാറുന്നത് എന്ന് പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡികളൊക്കെ നടത്തി അതിനൊരു സീരീസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. കുറെ വസ്തുക്കളുടെ ഒരു സീരീസ് അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പൊ ആ സീരീസിനെയാണ് നമ്മള് ഏതാണ് പോസിറ്റീവ് ആകുന്നത് അല്ലെങ്കിൽ ഏതാണ് നെഗറ്റീവ് ആകുന്നത് എന്ന് പറയുന്ന ആ ഒരു സീരീസിനെയാണ് നമ്മൾ ട്രൈബോ ഇലക്ട്രിക് സീരീസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സബ്സ്റ്റൻസ് ഷോയിങ് ഇലക്ട്രിക് പ്രോപ്പർട്ടീസ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ എ സീരീസ് ഈസ് കോൾഡ് എ ട്രൈബോ ഇലക്ട്രിക് സീരീസ്. സബ്സ്റ്റൻസ് തമ്മിൽ ഈ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ചാർജിങ് ബൈ ഫ്രിക്ഷൻ വഴി നമ്മള് വസ്തുക്കളെ ഉരസുമ്പോൾ ഏതിനാണ് പോസിറ്റീവ് ചാർജസ് കിട്ടുന്നത് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഏതിനാണ് കിട്ടുന്നത് എന്ന് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സ്റ്റഡി നടക്കുകയും ആ സ്റ്റഡി നടക്കുന്നതിന്റെ ബേസിൽ നമ്മൾ ഒരു സീരീസ് ഫോം ചെയ്യുകയും ആ സീരീസിനെ വിളിക്കുന്ന പേരാണ് ട്രൈബോ ഇലക്ട്രിക് സീരീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഒരു 9 ഞാനിപ്പോ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അകത്തുനിന്നൊക്കെ ആയിരിക്കും എക്സാമിന് ചോദിക്കുന്നത് ഏതാണ് പോസിറ്റീവ്ലി, 1 വേർഡിന്റെ അകത്തൊക്കെ ചോദിക്കാം ഏതിനാണ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആകുന്നത്, ഏതാണ് നെഗറ്റീവ്ലി ചാർജ്ഡ് മാറിയണം. അപ്പൊ ആദ്യത്തേത് ഗ്ലാസ്, ഫ്ലാനല്, വൂള്, സിൽക്ക്, ഹാർഡ് മെറ്റല്, ഹാർഡ് റബ്ബർ, സീലിംഗ് വാക്സ്, റിസൈന്, സൾഫർ എക്സെട്ര. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെ ഉള്ളതെല്ലാം നിങ്ങൾ ഈ ഒരു 9 ശ്രദ്ധിച്ചാൽ ഇതിന്റെ അകത്ത് ഒരു പ്രത്യേകതയുണ്ട്. എന്താ? 9 എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരു സീരീസ് ആണ്. ആ സീരീസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാം ഏതിന്റെ സെക്ഷനിൽ വരുന്നതാണ്? ഇൻസുലേറ്റേഴ്സിന്റെ സെക്ഷനിൽ വരുന്നതാണ്. അപ്പം ചാർജിംഗ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഏതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്? ഇൻസുലേറ്റേഴ്സിന്റെ അകത്ത് നടക്കുന്ന ആണ് എന്ത് എന്ന് പറയുന്നത്. ഇൻസുലേറ്റേഴ്സ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ എങ്ങനെ ചാർജ് ചെയ്യാം എന്നുള്ളതിന് ഒരു മെത്തേഡ് ആണ് ചാർജിംഗ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോൺസിന്റെ ഫ്ലോയിനെ സ്മൂത്ത് ആയിട്ട് കടത്തിവിടാത്ത ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് വുഡ്, പ്ലാസ്റ്റിക്, ഗ്ലാസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേസമയം കണ്ടക്ടേഴ്സ് ആണെങ്കിലോ ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഇങ്ങനെ ഒഴുക്കി വിടുന്ന കേസസ് അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ട് ഇലക്ട്രോൺസിന്റെ ഫ്ലോയിനെ കടത്തി വിടുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിനെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് കറണ്ട് ഇലക്ട്രിസിറ്റി ഒക്കെ പറയുമ്പോൾ പറയാം കറണ്ടിനെ സ്മൂത്ത് ആയിട്ട് കടന്നു പോകുന്നതാണ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിന്റെ ഫ്ലോയിനെ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺസിന്റെ ഫ്ലോയിനെ സപ്പോർട്ട് ചെയ്യാത്ത ഒട്ടും റെസിസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇവിടെ ഈ ട്രൈബോ ഇലക്ട്രിക് സീരീസ് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ചാർജിംഗ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഈ മെത്തേഡിന്റെ അകത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. എന്താ? ഒന്ന്, ചാർജിംഗ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയുന്നതാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. രണ്ടാമത് ഈ മെത്തേഡ് എന്ന് പറയുന്നത് റബ്ബിംഗ് ആണ്. റബ്ബിംഗ് വഴി ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ഫ്രം വൺ ബോഡി ടു അനദർ ബോഡി ആണ് എന്തെന്ന് പറയുന്നത് ചാർജിംഗ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമത് എന്താ പറയണേ? ഫ്രിക്ഷൻ ഇങ്ങനെ റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഒബ്ജക്റ്റ് എന്താകും? റബ്ബ് ചെയ്യുന്ന രണ്ട് വസ്തുക്കളിൽ ഒരു ഒബ്ജക്റ്റ് ഇലക്ട്രോ പോസിറ്റീവും ഒരെണ്ണം ഇലക്ട്രോ നെഗറ്റീവും ആകും. അപ്പൊ അതിന്റെ റീഡിങ് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടൊക്കെ എഴുതും. ഒരെണ്ണം ഗെയിൻ ചെയ്യും, ഒരെണ്ണം ലോസ് ചെയ്യും. ലോസ് ചെയ്യുന്നത് ഇലക്ട്രോ പോസിറ്റീവും ഗെയിൻ ചെയ്ത് ഇലക്ട്രോൺ നെഗറ്റീവുമായിട്ട് മാറും. ഇനി ആ ഒരു അങ്ങനെ ഇത് നമ്മൾ ഉരസുമ്പോൾ എവിടെ എന്താ സംഭവിക്കുന്നത്? തെർമൽ എനർജി ക്രിയേറ്റ് ചെയ്യും, ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവുമായിട്ട് വരുന്നതിനെ കുറിച്ച് കൂടുതലായിട്ട് സ്റ്റഡി ചെയ്ത് അതിന്റെ ആ ഒരു സീരീസിനെയാണ് നമ്മൾ ട്രൈബോ ഇലക്ട്രിക് സീരീസ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഗ്ലാസ്, പാനല്, വൂള്, സിൽക്ക്, ഹാർഡ് മെറ്റൽ, ഹാർഡ് റബ്ബർ, സീലിംഗ് വാക്സ്, റിസിൻ, സൾഫർ എക്സെട്ര. അപ്പൊ ട്രൈബോ ഇപ്പൊ ഒരു 9 ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് ഏതാണ് നമുക്ക് പോസിറ്റീവ് ആകുന്നത് അല്ലെങ്കിൽ ഏതാണ് നെഗറ്റീവ് എന്ന് ചോദിച്ചെന്നാൽ ഗ്ലാസും ഫ്ലാനലും കൂടെ തമ്മിൽ റബ്ബ് ചെയ്യുകയാണ് എങ്കിൽ ഇതിനകത്ത് ഫോർമർ ആയിട്ടുള്ളത് ഏതാ? ഗ്ലാസ് ആണ്. ഫ്ലാനല് രണ്ടാമതാണ് വരുന്നത്. അപ്പൊ ഫോർമർ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആകും.
അപ്പൊ ഈ വസ്തുക്കളിന്റെ അകത്ത് ഏതിലാണോ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഫോർമർ ആയിട്ട് നിൽക്കുന്നത് ഫൈൻഡ് ഔട്ട് ചെയ്തതാണ്. ഫോർമർ ആയിട്ട് നിൽക്കുന്നത് ഏതാണോ അത് എന്തായിട്ട് മാറും? പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആയിട്ട് മാറും. രണ്ടാമത് നിൽക്കുന്ന ആള് എന്താണ്? ലേറ്റർ ആയിട്ട് വരുന്ന ആള് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആയിട്ട് മാറും. അപ്പൊ ഇതിന്റെ അകത്ത് ഗ്ലാസും ഫ്ലാനലും തമ്മിൽ ഇറക്കുകയാണെങ്കിൽ ഗ്ലാസ് പോസിറ്റീവ്ലി ചാർജും ഫ്ലാനൽ നെഗറ്റീവ്ലി ചാർജും. വൂളും സിൽക്കും തമ്മിൽ ഇതാക്കുകയാണെങ്കിൽ വൂള് പോസിറ്റീവ്ലി ചാർജും സിൽക്ക് നെഗറ്റീവും ആകും. ഇനി ഫ്ലാനലും വൂളുമാണ് എങ്കിൽ ഫ്ലാനല് പോസിറ്റീവ്ലി ചാർജും വൂള് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളും. അപ്പൊ ഈ ഒരു 9 ഒന്ന് മനസ്സിൽ ഓർത്തിരിക്കുക. അപ്പൊ അത് ഓർക്കാനായിട്ട് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുമ്പോൾ എന്താ പറയുന്നത്, ഓർത്തിരിക്കാൻ ചെറിയൊരു ട്രിക്ക്. ഞങ്ങളുടെ പ്രിൻസിപ്പലിന്റെ പേര് റെജിമോൻ സാറ എന്നാണ്. അപ്പൊ ഞാൻ പിള്ളേരുടെ അടുത്ത്, ഞാൻ പഠിപ്പിക്കുന്ന സ്കൂള് സെക്രട്ടറി ഹയർ സെക്കൻഡറി സ്കൂളാണ്. അപ്പൊ ഞാൻ പിള്ളേരുടെ അടുത്ത്, സ്റ്റുഡൻസിന്റെ അടുത്ത് പറയുന്നത്, ഗേൾസ് ഫിലിം കാണാൻ വയനാടിന് പോയപ്പോഴ് സെക്രട്ടറി ഹയർ സെക്കൻഡറി സ്കൂളിലെ റെജിമോൻ സാറിനെ കണ്ടു എന്നങ്ങനെ ഒരു വേടങ്ങ് ഓർത്തിരിക്കാം. അപ്പൊ ഗേൾസ് എന്ന് പറയുന്നത്, ഗേൾസ് എന്നുള്ളതിന്റെ ആദ്യത്തെ ജി എന്തിനെ റെപ്രസെന്റ് ചെയ്യും? ഗ്ലാസിനെ റെപ്രസെന്റ് ചെയ്യും. രണ്ടാമത് എഫ് എന്ന് പറയുന്നത് ഫിലിം മീൻസ് ഫിലിം, ഗേൾസ് ഫിലിം കാണാം എന്നുള്ളതിന്റെ അകത്ത് എഫ് എന്തിനെ? ഫ്ലാനലിനെ റെപ്രസെന്റ് ചെയ്യും. വയനാട് എന്നുള്ളതിന്റെ ഡബ്ല്യു എന്തിനെ റെപ്രസെന്റ് ചെയ്യും? വൂളിനെ റെപ്രസെന്റ് ചെയ്യും. എസ് സേഖർഘാട്ട് ഹയർ സെക്കൻഡറി സ്കൂളാണ് അടുത്ത് വരുന്നത്. ഗേൾസ് ഫിലിം കാണാം വയനാടിനെ പോയപ്പോൾ സേഖർഘാട്ട്. എസ് എന്ന് പറയുന്നത് സിൽക്കിനെ റെപ്രസെന്റ് ചെയ്യും. ഈ എച്ച് ഹാർഡ് മെറ്റലിനെ റെപ്രസെന്റ് ചെയ്യും. അടുത്ത എച്ച് ഹാർഡ് റബ്ബറിനെ റെപ്രസെന്റ് ചെയ്യും. നെക്സ്റ്റ് പിന്നെ ഈ എസ് എന്നുള്ളത് സീലിംഗ് വാക്സിനെയാണ്. ഇവിടെ എസ് ആണ് വരുന്നത്, പക്ഷെ ഇവിടെ ഒരു സി ആണ് വരുന്നത്, അതൊന്ന് ഓർത്തിരിക്കുക. സീലിംഗ് വാക്സിനെ റെപ്രസെന്റ് ചെയ്യും. റെജിമോൻ സാറിനെ എന്നുള്ളത് ആറ് എന്നുള്ളത് എന്തിനെ? റിസൈനെ റെപ്രസെന്റ് ചെയ്യും. സാറ് എന്നുള്ളതിനെ എസ് സൾഫറിനെ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു നമ്മുടെ മെമ്മറി കീപ്പപ്പ് ചെയ്യാനായിട്ട്, അപ്പൊ നിങ്ങളോട് എക്സാമിന് ഇതിന്റെ അകത്ത് ഏത് എക്സാമ്പിൾ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാം. ഈ ഒരെണ്ണം ഒരു ഗേൾസ് ഫിലിം കാണാൻ വയനാട് പോയപ്പോൾ സെക്രട്ടറി ഹയർ സെക്കൻഡറി സ്കൂളിലെ റെജിമോൻ സാറിനെ കണ്ടു എന്നുള്ള ആ ഒരു കോഡ് വെച്ചിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് ഏതെണ്ണം ചോദിച്ചാലും, ഇപ്പൊ ഹാർഡ് മെറ്റലും ഹാർഡ് റബ്ബറും തരുവാണ്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ്. ഹാർഡ് മെറ്റലും രണ്ടിന്റെ ആദ്യം ഹാർഡാണ്, നമുക്ക് എക്സാമിന് മറന്നു പോകുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് ഈ ഇതിന്റെ ആ ഓർഡർ ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഹാർഡ് മെറ്റൽ ആണ് ആദ്യം. അപ്പൊ ഹാർഡ് മെറ്റൽ എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജഡും ഹാർഡ് റബ്ബർ എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജഡും ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഹാർഡ് മെറ്റല്, ഹാർഡ് റബ്ബർ, ഇതൊക്കെ എല്ലാം ഓർത്തിരിക്കുക, ഇതിന്റെ ആ ഒരു ഓർഡർ ഒക്കെ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഏതിന്റെ അകത്ത് വരാനുള്ളത്. ചാർജിംഗ് ബൈ ഫ്രിക്ഷന്റെ അകത്ത് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ചാർജിംഗ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് റബ്ബിംഗ് മെത്തേഡ് ആണ്. ഇലക്ട്രോൺസിനെ റബ്ബ് വഴി നമ്മൾ ഇലക്ട്രോൺസിനെ ഫ്ലോ ചെയ്യുന്നു. ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി മീൻസ് ഇലക്ട്രിസിറ്റി ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ എന്ത്? റബ്ബിംഗ് വഴിയാണ് എങ്കിൽ അതിനെ കൊണ്ട് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുന്നത്. ഈ ഒരു ചാർജിംഗ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഇൻസുലേറ്റേഴ്സിന്റെ അകത്താണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഇത് റബ്ബ് ചെയ്യുമ്പോഴും ഒരെണ്ണം എന്താണ്? പോസിറ്റീവ്ലി ചാർജഡും ഒരെണ്ണം നെഗറ്റീവ്ലി ചാർജഡും ആകും. റബ്ബ് ചെയ്യുമ്പോൾ തെർമൽ എനർജി ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിലോട്ട് ഇലക്ട്രോൺസ് ഒന്ന് സ്വീകരിക്കുക, ഒരെണ്ണം വിട്ടുകൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഗെയിൻ ചെയ്യുന്നതിനെ പോസിറ്റീവായിട്ടും ഇവിടെ നെഗറ്റീവായിട്ടും റെപ്രസെന്റ് ചെയ്യണം, അത് ഓർത്തിരിക്കാം. അപ്പൊ ഏതാണ് പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് എന്ന് കൂടുതലായിട്ട് സ്റ്റഡി ചെയ്യുകയും അതിന്റെ ഒരു സീരീസ് വരികയും ചെയ്തു. ആ സീരീസ് ആണ് ഇത്. ഗ്ലാസ്, ഫ്ലാനല്, വൂള്, സിൽക്ക്, ഹാർഡ് മെറ്റല്, ഹാർഡ് റബ്ബർ, സീലിംഗ് വാസ്, റിസൈന്, സൾഫർ എക്സെട്ര എന്ന് പറഞ്ഞിട്ട് 9 ഇപ്പൊ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സീരീസിനെയാണ് നമ്മൾ ട്രൈബോ ഇലക്ട്രിക് സീരീസ് എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മുടെ അടുത്ത മെത്തേഡിന്റെ അകത്തോട്ട് പോവുകയാണ്, ചാർജിംഗ് ബൈ കണ്ടക്ഷൻ. നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കണ്ടക്ഷൻ ആണ്. അപ്പൊ ആ വേർഡിൽ നിന്ന് തന്നെ അറിയാം ഏതിലാണ് അത് ആപ്ലിക്കബിൾ എന്ന്. കണ്ടക്ടേഴ്സിന്റെ അകത്താണ്. നമുക്കിനി പറയാനുള്ള നമ്മൾ 3 മെത്തേഡാണ് പറഞ്ഞത്. ഒന്ന് ഫ്രിക്ഷണൽ മെത്തേഡ്, രണ്ടാമത് കണ്ടക്ഷൻ മെത്തേഡ്, മൂന്നാമത് ഇൻഡക്ഷൻ മെത്തേഡാണ് പറഞ്ഞത്. അപ്പൊ അതിനകത്ത് കണ്ടക്ഷനും ഇൻഡക്ഷനും ഏതിന്റെ അകത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രിക്ഷൻ മെത്തേഡ് ഇൻസുലേറ്റേഴ്സിലാണ് എങ്കിൽ ഈ 2 മെത്തേഡ് നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നത് ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിലാണ്? കണ്ടക്ടേഴ്സിന്റെ അകത്താണ്. ഇപ്പൊ കണ്ടക്ടേഴ്സിന്റെ ഒരു പ്രത്യേകത, നമ്മൾ ഇതിന്റെ മെത്തേഡ് പറയുന്നതിനിപ്പുറം ഒരു പ്രത്യേക പ്രോപ്പർട്ടിനെ കുറിച്ച് നമ്മൾ ഈ വർഷം പഠിക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കണ്ടക്ടേഴ്സിനെ ഇപ്പൊ നമ്മൾ ഈ ഒരു മെത്തേഡ് വഴി നമ്മൾ ചാർജ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റാറ്റിക് ചാർജ് ആണ്. നമ്മുടെ ഇവിടെ നമ്മൾ ചാർജ് ചെയ്താൽ ആ ചാർജ് മൂവ് ചെയ്യുന്നില്ല. അപ്പൊ ആ മൂവ് ചെയ്യുന്നില്ലാത്തത് കൊണ്ട്
സ്റ്റാറ്റിക് ചാർജിനെ നമ്മൾ കണ്ടക്ടേഴ്സിന്റെ അകത്ത് ചാർജ് ചെയ്ത് കഴിഞ്ഞാല് അത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂഷൻ ആണ് നടത്തുന്നത്. യൂണിഫോംലി ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ അടിഞ്ഞുകൂടി നിൽക്കുകയല്ല ചെയ്യുന്നത്. അവിടെ ചാർജ് ആകുന്ന ആ ഒരു സർഫസിൽ ഏത് ബോഡിയാണോ ചാർജ് ആകുന്ന ആ ചാർജിന്റെ അകത്ത് മൊത്തം ഈക്വൽ ആയിട്ട് അത് ഡിസ്ട്രിബ്യൂഷൻ നടത്തും. എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിരിക്കും. പക്ഷെ എല്ലാ സ്ഥലത്തും എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഇൻസൈഡ് അല്ല, ഓവർ ദി സർഫസ് ആണ് എന്ന്. അപ്പൊ നമ്മൾ ആ ഒരു കാര്യത്തെ കുറിച്ചൊക്കെ പിന്നീട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതൊന്നും മനസ്സിൽ ഓർത്തിരിക്കുക. അപ്പൊ കണ്ടക്ടേഴ്സിന്റെ അകത്ത് ചാർജിങ് മെത്തേഡാണ് ഇത്. പക്ഷെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സർഫസിന്റെ അകത്ത് യൂണിഫോംലി ഇന്റീരിയർ ആയിട്ട് അതിന്റെ അകത്ത് യാതൊരു ചാർജിങ് നടക്കുന്നില്ല. പക്ഷെ സർഫസിന്റെ അകത്ത് എന്താണ് യൂണിഫോം ആയിട്ട് അത് ഡിസ്ട്രിബ്യൂഷൻ നടത്തും. അപ്പൊ അത് കണ്ടക്ടേഴ്സിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പം ഇത് രണ്ട് മെത്തേഡ് വഴി നമുക്ക് ബൈ കണ്ടക്ഷനും ഇൻഡക്ഷനും വഴി ഏതിന്റെ അകത്താണ് ആപ്ലിക്കേഷൻ വരുന്നത്? ഇൻസുലേറ്റേഴ്സിന്റെ അകത്താണ് നമുക്ക് വരുന്നത് എന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇനി നമ്മള് എന്താണ് കണ്ടക്ഷൻ മെത്തേഡ്? നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് വസ്തുക്കളെ ചാർജ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു മെത്തേഡ് പഠിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ യൂറോപ്യൻ കൺട്രീസിന്റെ അകത്തോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അമേരിക്കക്കാരുടെ ഒരു കൾച്ചറിന്റെ അകത്തോട്ട് കൊണ്ടുപോവുകയാണ്. ഇപ്പൊ നിങ്ങൾ അവിടെയൊന്നും പോയിട്ടുള്ളവരുണ്ടായിരിക്കാം, പക്ഷെ പോയിട്ടില്ലാത്തവരുണ്ടായിരിക്കും. ഇല്ലാത്തവരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, ഫിഗറിന്റെ അകത്തും അല്ലെങ്കിൽ സിനിമയ്ക്കകത്തും ഒക്കെ കണ്ടിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ ആ ഒരു സ്നേഹപ്രകടനത്തെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ അവര് കുറെ നാള് രണ്ടുപേര് കാണാതിരുന്നിട്ട് കാണുമ്പോഴത്തേനും എന്ത് ചെയ്യും? ഓടി വന്നിട്ട് ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ച് അവിടെ ഉമ്മ കൊടുത്ത് ഇവിടെ ഉമ്മ കൊടുത്ത് ആ ഒരാളിലുള്ള സ്നേഹപ്രകടനങ്ങളും മുഴുവനും ബൈ കോണ്ടാക്ട് വട്ടങ്ങ് കെട്ടിപ്പിടിച്ച് എന്താ പറയണേ, അവരുടെ ആ സ്നേഹങ്ങൾ വഴി ചുംബനങ്ങളൊക്കെ വഴി എന്ത് ചെയ്യും? അവരുടെ സ്നേഹങ്ങൾ മുഴുവൻ എന്നിലുള്ള ഒരു സ്നേഹം നിന്നിലോട്ട് പങ്കുവെക്കുന്നു. മൊത്തം സ്നേഹം അവർക്ക് കൈമാറി കൊടുക്കും. അങ്ങനെയുള്ള ഒരു മെത്തേഡാണ് എന്ത് എന്ന് പറയുന്നത്? കണ്ടക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ആ സമയം നമ്മുടെ കേരളീയനാണെങ്കിലോ ഹായ് ബൈ ഹായ് ഈ ഒരു കൈ കൊണ്ട് പൊക്കുന്നതല്ലാതെ നമ്മള് ഒത്തിരി, പക്ഷെ ഇപ്പം കോവിഡ് ആയതുകൊണ്ട് ആരും പോകണ്ട. അപ്പൊ ഞാൻ പറയുകയാണ് ഇത്. അപ്പം ബൈ കണ്ടക്ഷൻ മെത്തേഡ് എന്റെ ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ബൈ കോണ്ടാക്ട് മെത്തേഡ് ആണ് എന്ത് എന്ന് പറയുന്നത്? കണ്ടക്ഷൻ മെത്തേഡ്. അപ്പൊ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? UK അല്ലെങ്കിൽ ബ്രിട്ടീഷ് കൾച്ചർ എന്ന് മാത്രം ബ്രാക്കറ്റിൽ എഴുതിയിടുക. ബാക്കിയൊക്കെ നമ്മൾ മനസ്സിന്റെ അകത്ത് കീപ്പപ്പ് ചെയ്തോണം. അപ്പൊ അതിനുവേണ്ടിയാണ് ഓരോ ട്രിക്കുകൾ പറയുന്നത്. ഓക്കെ അപ്പം നമ്മുടെ കണ്ടക്ഷൻ മെത്തേഡ് ബൈ കോണ്ടാക്ട് മെത്തേഡ് ആണ്. ബ്രിട്ടീഷുകാരുടെ കൾച്ചറാണ്, ഹൈ ബൈ കൾച്ചറിലുള്ള ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത് ബൈ കണ്ടക്ഷൻ മെത്തേഡ്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കണ്ടക്ടേഴ്സിന്റെ അകത്താണ് എന്ത് നടത്തുന്നത്? ഈ ഒരു മെത്തേഡ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇപ്പൊ രണ്ട് മെറ്റൽ സ്ഫിയറിനെ ഞാനിപ്പോ കൺസിഡർ ചെയ്യുന്നു. മെറ്റൽ എന്ന് പറയുന്നത് കണ്ടക്ടേഴ്സ് ആണ്. അപ്പൊ ഒരെണ്ണം ഇവിടുത്തെ ഒരു പ്രത്യേകത, കണ്ടക്ടേഴ്സിന്റെ അകത്തെ പ്രത്യേകത, ഒരെണ്ണം ചാർജഡ് ബോഡി ആയിരിക്കും. ഒരെണ്ണം ചാർജഡ് ബോഡിയാണ്, രണ്ടാമത്തത് അൺചാർജഡ് ബോഡിയാണ്. അപ്പൊ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ചാർജ്ഡ് മെറ്റൽ സർഫസ് ആണ് ആദ്യം. അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു പേരന്റ് ബോഡി വിത്ത് പോസിറ്റീവ് ചാർജ്. പേരന്റ് ബോഡി വിത്ത് പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ഈ ബോഡി, ഈ മെറ്റലിനെ ഞാൻ ഓൾറെഡി പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്, മെറ്റലാണ് എടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ഈ മെറ്റൽ സ്ഫിയർ എന്ന് പറയുന്നത് അൺചാർജ്ഡ് ആണ്, ചാർജ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒബ്ജക്റ്റിനെ ചാർജ്ഡ് ആക്കണം. അൺചാർജ്ഡ് ആയിട്ടുള്ള ചാർജ്ഡ് ഒബ്ജക്റ്റ് വഴി അൺചാർജ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റലിനെ നമുക്ക് ചാർജ്ഡ് ആക്കണം. ദാറ്റ് ഈസ് കണ്ടക്ഷൻ മെത്തേഡ്. എങ്ങനെ? ബൈ കോണ്ടാക്ട് മെത്തേഡ്. അപ്പൊ ഈ ബൈ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും എങ്ങനെ ആയിരിക്കണം? ഇങ്ങനെ കൂടി പിടിച്ച് കോണ്ടാക്ട് ബൈ കോണ്ടാക്ട് അടുത്ത് കൊണ്ടുവരും. ഇപ്പൊ ഈ നമ്മുടെ ചാർജസ് ഇല്ലാത്ത അൺചാർജ്ഡ് ആയിട്ടുള്ള ബോഡീനെ ഞാൻ എങ്ങോട്ട് കൊണ്ടുവരും? ഇതിന്റെ അടുത്തോട്ട് കൊണ്ടുവരും. ഇങ്ങനെ അടുത്തോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇങ്ങനെ അടുത്തോട്ട് ഇതിനെ തമ്മിൽ എന്ത് ചെയ്യും? ബൈ കോണ്ടാക്ട് ആക്കും. കോണ്ടാക്ട് ഇല്ലാതിരിക്കാന്ന് വെച്ചാൽ കോണ്ടാക്ട് കൊണ്ടുവരും. ഇങ്ങനെ കോണ്ടാക്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇത് ചാർജ്ഡ് ബോഡിയാണ്. ഇതിന്റെ അകത്ത് നിറയെ എന്താണ്? പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാണ്. കണ്ടക്ഷൻ ഇലക്ട്രോൺസ് പോസിറ്റീവായിട്ട് ചാർജ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ഇലക്ട്രോൺസിന്റെ രണ്ടും കണ്ടക്ടേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്തുള്ള പോസിറ്റീവ് ചാർജ് എങ്ങോട്ട് ഫ്ലോ നടത്തും?
ഈ അൺചാർജഡ് ആയിട്ടുള്ള ബോഡിക്കകത്തോട്ട് നമുക്ക് ഫ്ലോ നടത്തും. നമ്മൾ കൈകൊണ്ടൊന്നും അല്ല പിടിക്കുന്നത് കേട്ടല്ലോ. നമ്മുടെ ബോഡി എന്ന് പറയുന്നത് കണ്ടക്ടിങ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഇതിനെ പിടിച്ച ഈ മെറ്റൽ സർഫസ് ചാർജ് ചെയ്ത ബോഡിനെ ഞാൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ബോഡിയിൽ കൂടി ഈ ചാർജ് മുഴുവൻ ഫ്ലോ ചെയ്ത് അതിന്റെ എർത്തിന്റെ അകത്തോട്ട് പോകത്തേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ പറയുക, സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ടാണ് സ്പിയർ കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെയാണ്, നമ്മൾ കൈകൊണ്ടൊന്നും തൊടുന്നില്ല. ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ ഈ സംഭവം കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവ തമ്മിൽ കൂടിയൊപ്പിക്കുന്നത് പ്രത്യേക സംവിധാനങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പം എന്തായാലും ചാർജ്ഡ് ചെയ്തിട്ടുള്ള ഒരു ബോഡീനെ, മെറ്റൽ സ്പിയർ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സിനെ നമ്മൾ അൺചാർജ്ഡ് ആയിട്ടുള്ള ഒരു ബോഡിയുമായിട്ട് എന്ത് കൊണ്ടുവരുന്നു? കോണ്ടാക്റ്റിൽ കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മളിൽ അവരിലുള്ള പോസിറ്റീവ് ചാർജ് ആയ സ്നേഹം മുഴുവൻ എന്തിലോട്ട് ഫ്ലോ ചെയ്യും? അൺചാർജ്ഡ് ആയിട്ടുള്ള ഈ മെറ്റൽ സ്പിയറിലോട്ട് ഫ്ലോ ചെയ്യപ്പെടും. സോ അപ്പം ഇതിനകത്ത് എത്രമാത്രം ചാർജ് ഫ്ലോ ചെയ്യുന്നു എന്നുള്ളത് ഇവിടെയുള്ള ഈ മെറ്റൽ സ്പിയറിന്റെ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന കണ്ടക്ടേഴ്സിന്റെ സൈസിനും ഷേപ്പിനും ഒക്കെ ആനുപാതികമാണ്. ഇവിടെ സൈസിനും ഷേപ്പിനും ഒക്കെ ആനുപാതികം എന്ന് പറയുമ്പോൾ ഇത് രണ്ട് സിമിലർ ആയിട്ടുള്ള രണ്ട് സ്പിയേഴ്സ് ആണെന്ന് വിചാരിക്കാം. രണ്ടും സിമിലർ ആയിട്ടുള്ള സ്പിയറുകളാണ് എങ്കിൽ എന്താണ് ഇത്? ഇപ്പൊ ഇവിടത്തെ കണ്ടീഷൻ എങ്ങനെയാണ്? ചാർജ്, ഇത് ഫുള്ള് ചാർജ്ഡ് ബോഡിയാണ്, ഇത് അൺചാർജ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ ഇത് ഹൈലി പൊട്ടൻഷ്യൽ ആണ് എന്ന് പറയാം. ചാർജ് ചെയ്ത ബോഡീസിന് നമുക്ക് എന്താ പറയാം? ഹൈലി പൊട്ടൻഷ്യൽ ആണ്. ഇത് പൊട്ടൻഷ്യൽ ഇല്ലാത്ത ഒരു ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അത് ചാർജ് ഒന്നും ഇല്ല. അപ്പൊ ചാർജ് ചെയ്തതിന് നമ്മൾ പൊട്ടൻഷ്യൽ കൂടി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കുറഞ്ഞ അതിന്റെ ചാർജിന്റെ ആ ഒരു വേരിയേഷൻ ആനുപാതികം അനുസരിച്ചാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഹൈലി പൊട്ടൻഷ്യൽ, ഇത് ലോവർ പൊട്ടൻഷ്യൽ ആണെന്ന് നമുക്ക് വേണേൽ പറയാം. അപ്പം ഈ രണ്ട് ബോഡീസും ഐഡന്റിറ്റിക്കൽ ആണ് എങ്കിൽ ഇതിന്റെ അകത്തുനിന്ന് ചാർജസ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. എപ്പം വരെ? രണ്ടിന്റെ അകത്തും ഈക്വൽ ആകുന്നിടം വരെ. ഈ രണ്ട് ചാർജസിന്റെ അകത്തും എന്താണ് ഈക്വൽ ആകുന്നിടം വരെ. എന്ത് ഈക്വൽ ആകുന്നിടം വരെ? ചാർജുകളുടെ എണ്ണം ഈക്വൽ ആകുന്നിടം വരെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലാതെ, അല്ലെങ്കിൽ രണ്ടിന്റെ അകത്തും തുല്യമായിട്ട് പൊട്ടൻഷ്യൽ വരുന്നിടം വരെ ഇതിന്റെ അകത്ത് ചാർജ് ഇങ്ങോട്ട് ഫ്ലോ നടത്തും. അപ്പൊ ഇതിന്റെ അകത്തെ ഫ്ലോയെ ഡിപ്പെൻഡിങ് ആണ്. എന്തൊക്കെ ഫാക്ടർ? ഷേപ്പിനും സൈസിനും ഒക്കെ അനുസരിച്ചിട്ട് ഡിപ്പെൻഡിങ് ആണ്. പക്ഷെ ഐഡന്റിറ്റിക്കൽ ആണ് എങ്കിൽ എന്താണ്? രണ്ടും ഇങ്ങോട്ട് ഈക്വൽ ആയിട്ട് തന്നെ നടത്തും. അപ്പം ഇവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്താണ്? ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ് എങ്കിൽ, ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആണ് എങ്കിൽ സെയിം ചാർജ് തന്നെയാണ്. അതാണ് ഒരു ഏറ്റവും വലിയ കണ്ടക്ഷന്റെ ഒരു പ്രത്യേകത. ഇതാണ് ബൈ കോണ്ടാക്ട് മെത്തേഡ് ആണ്. രണ്ടാമത്തെ കാര്യം, സെയിം ചാർജ് ആണ് ഇങ്ങോട്ട് ഫ്ലോ നടത്തുന്നത്. ഈ ബോഡിയിൽ പോസിറ്റീവ് ചാർജ് ആണ് എങ്കിൽ നമുക്ക് അൺചാർജഡ് ആയിട്ടിരിക്കുന്ന ഈ ബോഡിയിലും എന്ത് കിട്ടും? പോസിറ്റീവ് ആയിട്ടുള്ള ചാർജ് തന്നെയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് അല്ല. ഇൻഡക്ഷന്റെ അതിനകത്ത് വേരിയേഷൻ ഉണ്ട്. അപ്പൊ അവിടെയാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണത്. ബൈ കോണ്ടാക്ട് മെത്തേഡ് ആണ്. മറ്റേത് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് കോണ്ടാക്ട് ഇല്ല. അപ്പൊ ഇവിടെ നമ്മൾ പറയുമ്പോൾ എന്താ പറയണ? കോണ്ടാക്ട് മെത്തേഡ് ആണ്. സെയിം ചാർജ് ആണ് ഫ്ലോ ചെയ്യുന്നത്. ഷേപ്പിനും സൈസിനും അനുസരിച്ചിട്ടൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ എന്താണ്? രണ്ടും ഈക്വൽ ആയിട്ടുള്ള രണ്ട് സ്ഫിയറുകളാണ് ഞാനിപ്പോ കൺസിഡർ ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിന്റെ അകത്തോട്ട് ഈക്വൽ ആകുന്ന ചാർജസ് ഈക്വൽ ആകുന്നിടം വരെ ചാർജസിന്റെ ഫ്ലോ ഉണ്ടാകും. അപ്പം ഇത്രയുമാണ് നമ്മൾ കണ്ടക്ഷൻ മെത്തേഡിൽ നമുക്ക് പറയാനുള്ളത്. ബൈ കണ്ടക്ഷൻ മീൻസ് എന്താണ്? ബൈ കോണ്ടാക്ട് മെത്തേഡ് ആണ്. അതുപോലെ തന്നെ സെയിം ചാർജസ് ആണ് ഫ്ലോ ചെയ്യുന്നത്. ചാർജിങ് ആൻഡ് അൺചാർജ്ഡ് കണ്ടക്ടർ ഇൻടു ചാർജ്ഡ് കണ്ടക്ടർ ആണ്. ഒരെണ്ണം ചാർജ് ചെയ്തതും ഒരെണ്ണം ചാർജ് ചെയ്യാത്ത കണ്ടക്ടർ ആണ്. അവ തമ്മിൽ ബൈ കോണ്ടാക്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ചാർജസ് ഫ്ലോ ചെയ്യും. എങ്ങനെയാണ്? എന്തിനെ സൈസിനും ഷേപ്പിനും ഒക്കെ അനുസരിച്ചിട്ട് ഡിപ്പെൻഡിങ് ഓൺ സൈസ് ഷേപ്പ് ഓഫ് ദി ബോഡീനൊക്കെ അനുസരിച്ചിട്ടാണ് അതിന്റെ ചാർജിന്റെ ഫ്ലോ നടക്കുന്നത്. ഇഫ് ടു ബോഡീസ് ആർ ഐഡന്റിക്കൽ ദെയർ ചാർജസ് വിൽ ബി ദ സെയിം. രണ്ട് ബോഡീസിന്റെയും എന്താണ് ഷേപ്പും സൈസും ഒക്കെ ഒരുപോലെ ഐഡന്റിക്കൽ ആണ് എങ്കിൽ ചാർജസിന്റെ ഫ്ലോ രണ്ടിന്റെ അകത്തും ഈക്വൽ ആകുന്നിടം വരെ. ഇവിടെ നമ്മൾ എടുക്കുമ്പോഴും ഒരെണ്ണം ചാർജറും അൺചാർജറുമാണ്, പക്ഷെ ഈക്വൽ ആയിട്ട് തന്നെ അതിനകത്ത് ഫ്ലോ നടക്കും. സെയിം ചാർജസ് ട്രാൻസ്ഫർ. വൺ ഈസ് ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നമ്മൾ പറയുമ്പോൾ ചാർജ് ചെയ്ത ബോഡി ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസിലും ലോവർ പൊട്ടൻഷ്യൽ ഡിഫറൻസിലുമാണ് അൺചാർജ്ഡ് ബോഡി നിൽക്കുന്നത്. പക്ഷെ പിന്നീട് നമ്മൾ ഈ മെത്തേഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഐഡന്റിക്കൽ ആണ് എങ്കിൽ രണ്ടും ഈക്വൽ ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ അകത്തോട്ട് വരും. അപ്പൊ ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ഇൻഡക്ഷൻ മെത്തേഡ്. ഇനി നമുക്ക് പറയാനുള്ളത്
നമ്മുടെ ഇൻഡക്ഷൻ മെത്തേഡ് എന്താണ്? ലാസ്റ്റ് നമ്മുടെ മെത്തേഡാണ് ഇൻഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മുടെ ഫ്രിക്ഷന്റെ മെത്തേഡും കണ്ടക്ഷന്റെ മെത്തേഡും പറഞ്ഞു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, കണ്ടക്ഷന്റെ മെത്തേഡും ഇൻഡക്ഷന്റെ മെത്തേഡും നമ്മൾ ഏതിലാണ് ആപ്ലിക്കബിൾ വരുന്നത്? മെറ്റൽസിലാണ്, അല്ലെങ്കിൽ കണ്ടക്ടേഴ്സിന്റെ അകത്താണ് നമ്മൾ ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കാം. രണ്ടാമത് ഓർക്കേണ്ടത് ഇസ് എ വിത്തൌട്ട് കോണ്ടാക്ട് മെത്തേഡ് ആണ് ഇൻഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. കണ്ടക്ഷൻ ബൈ കോണ്ടാക്ട് ആണ് എങ്കിൽ ഇത് എന്താണ്? വിത്തൌട്ട് കോണ്ടാക്ട് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇൻഡക്ഷൻ മെത്തേഡ് പഠിപ്പിക്കുമ്പോൾ വിത്തൌട്ട് കോണ്ടാക്ട് മെത്തേഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ അടുത്ത് പറയുന്നത് ഇസ് എ COVID-19 മെത്തേഡ് ആണ് എന്ന് പറയുന്നത്. COVID-19 നമുക്കറിയാലേ, കോവിഡ് എന്ന സംഭവം നമ്മൾ എപ്പോഴും പറയും 1 മീറ്റർ ഡിസ്റ്റൻസ് കീപ്പ് അപ്പ് ചെയ്യണം. നമ്മൾ കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ തൊടുക പിടിക്കുകയൊന്നും വേണ്ട, അടുത്ത് വന്നു കഴിയുമ്പോൾ തന്നെ വൈറസ് ഉള്ള പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമുക്ക് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ കയ്യിലോട്ട് പെട്ടെന്ന് ചാടി പിടിക്കാനുള്ളൊരു 1 മീറ്റർ ഡിസ്റ്റൻസ് കീപ്പ് അപ്പ് ചെയ്തില്ല എങ്കിൽ അതിനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലെയാണ് എന്ത് ഇവിടെ ബൈ കോണ്ടാക്ട്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കക്കാരും ലണ്ടൻകാരും ഒക്കെ കെട്ടിപ്പിടിക്കുന്ന പോലെ ആശ്ലേഷണം ഒന്നും വേണ്ട. പക്ഷെ നമ്മൾ അടുത്ത് വരുമ്പോൾ തന്നെ നമുക്ക് എന്തുണ്ട്? COVID-19 ബാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു മെത്തേഡാണ്, വിത്തൌട്ട് കോണ്ടാക്ട് മെത്തേഡാണ്. പക്ഷെ നമുക്കിവിടെ ഈ ഒരു മെത്തേഡ് ചെയ്യാൻ പറ്റും. സോ അതാണ് COVID-19 എന്ന് ഓർത്തിരിക്കാനായിട്ടുള്ള ഒരു ട്രിക്കാണ് COVID-19 എന്നുള്ളത്. മറ്റേ ബ്രിട്ടീഷ് ആണെങ്കിൽ ഇത് COVID-19. അപ്പൊ ഇവിടെ ഇൻഡക്ഷൻ മെത്തേഡില് വിത്തൌട്ട് കോണ്ടാക്ട് മെത്തേഡാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടക്ഷന്റെ അകത്ത് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്താണ്? ഒരു ചാർജ്ഡ് ബോഡി എടുക്കുന്നു. അപ്പൊ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പോസിറ്റീവായിട്ട് ചാർജ് ചെയ്ത ഒരു മെറ്റൽ സ്ഫിയർ ആണെന്ന് വിചാരിക്കാം. അത് അടുത്ത ബോഡി എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ ബോഡിയാണ്. എന്ന് പറഞ്ഞാൽ അൺചാർജ്ഡ് ആയിട്ടുള്ള ഒരു ബോഡിയാണ്. അപ്പൊ ഈ ചാർജ് ചെയ്ത ബോഡിയുടെ അടുത്തോട്ട് അൺചാർജ്ഡ് ആയിട്ടുള്ള ബോഡിനെ കൊണ്ടുവരുന്നതേ ഉള്ളൂ. ബട്ട് വിത്തൌട്ട് കോണ്ടാക്ട് ആണ്. ഇവിടെ ഗ്യാപ്പ് ഉണ്ട്, കോണ്ടാക്ട് ഇല്ല ഇവര് തമ്മില്. അപ്പൊ വിത്തൌട്ട് കോണ്ടാക്ട് ആണ്, ബട്ട് അടുത്താണ് ഇത് നിൽക്കുന്നത് എന്ന് കാണിക്കാനാണ് ഈ ഒരു ലൈൻ കാണിച്ചിരിക്കുന്നത് ഫിഗറിനകത്ത്. അപ്പം എന്താണ്? വിത്തൌട്ട് കോണ്ടാക്ട് മെത്തേഡ് ആണ്. അപ്പൊ ഇവരെ തമ്മിൽ ഒന്ന് ചാർജ് ചെയ്ത ബോഡി, പോസിറ്റീവ് ആയിട്ടുള്ള ചാർജ് ചെയ്ത ബോഡിയാണെന്ന് വിചാരിക്കുക. അതിന്റെ അടുത്തോട്ട് അൺചാർജ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂട്രൽ ബോഡിനെ ഞാൻ കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇവിടുത്തെ കൺസെപ്റ്റ് എന്താണ് എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ന്യൂട്രൽ ബോഡിക്കകത്ത് എന്തുണ്ട്? നമ്മൾ പറഞ്ഞ ന്യൂട്രൽ ബോഡി എന്ന് പറഞ്ഞാൽ ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഉള്ള ഒരു ബോഡിയാണ് ന്യൂട്രൽ ബോഡി. അപ്പൊ ഒരു ന്യൂട്രൽ ബോഡിക്കകത്ത് ഓൾവേസ് എന്തുണ്ട്? പോസിറ്റീവ് ചാർജ് ആയ പ്രോട്ടോൺസും നെഗറ്റീവ് ചാർജ് ആയ ഇലക്ട്രോൺസും പ്രസന്റ് ആണ്. അപ്പം ഇവിടെ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു ബോഡിനെ ഞാൻ ഇതിന്റെ അടുത്തോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മൾ ആദ്യം പോസിറ്റീവും തമ്മിൽ റിപ്പൽ ചെയ്യും, പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ഓപ്പോസിറ്റ് ചാർജസ് ആണ് എങ്കിൽ അട്രാക്ട് ചെയ്യും എന്നൊക്കെയുള്ള ഒരു തത്വം പഠിച്ചു. അപ്പൊ ആ ഒരു പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നത്. ഇപ്പൊ ന്യൂട്രൽ ആയിട്ടുള്ള ബോഡിക്കകത്ത് എന്തുണ്ട്? പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ചാർജസ് ഉണ്ട്. അപ്പൊ ഇതിനെ ചാർജ് ചെയ്ത് പോസിറ്റീവായിട്ട് ചാർജ് ചെയ്ത ഒരു ബോഡിനെ ഞാൻ അടുത്ത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇതിന്റെ അകത്തുള്ള ന്യൂട്രൽ ബോഡിക്കകത്തുള്ള പോസിറ്റീവും നെഗറ്റീവും ചാർജസ് സെപ്പറേറ്റഡ് ആകും. എന്തുകൊണ്ട്? ഇവിടെ പോസിറ്റീവ് ചാർജുള്ള ബോഡിയാണ് കൊണ്ടുവരുന്നത് എങ്കിൽ അതിനോട് ഇതിന്റെ അകത്തുള്ള നെഗറ്റീവ് ചാർജസ് മുഴുവൻ ഇതിനോട് അട്രാക്ട് ചെയ്യും, ഈ പോസിറ്റീവ് ചാർജിനോട് അട്രാക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ ഈ നിയർ എൻഡിലോട്ട് ഈ ന്യൂട്രൽ ബോഡിക്കകത്തുള്ള എല്ലാ നെഗറ്റീവ് ചാർജസും ഏതിന്റെ ഈ ഒരു സൈഡിൽ എൻഡിലോട്ട് വന്നു ചേരും. അതായത് നിയർ എൻഡിലോട്ട് നമ്മൾ ഇപ്പൊ ഈ സൈഡ് ഇത് രണ്ടോട് അടുത്ത് വരുമ്പോൾ ഇതിനെ നിയർ എൻഡ് എന്നും ഇതിനെ ഫർദർ എൻഡ് എന്നും വിളിക്കുകയാണ്. അപ്പൊ ഈ നിയർ എൻഡിലോട്ട് എന്ത് വരും? ഇവിടെ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ന്യൂട്രൽ ബോഡിക്കകത്ത് ഇവിടെ എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ചാർജസ് കംപ്ലീറ്റ് എന്തിന്റെ അകത്തോട്ട് വരും? ഈ ഒരു സൈഡിലോട്ട് വരും. പോസിറ്റീവ് ചാർജസ് എല്ലാം റിപ്പിൾ ചെയ്ത് ഇപ്പുറത്തെ ഈ ന്യൂട്രൽ ബോഡിയുടെ ഇപ്പുറത്തെ സൈഡിലോട്ട് രണ്ട് സൈഡിലായിട്ട് സെപ്പറേറ്റ് ചെയ്യും. പക്ഷെ ഇവിടെ എന്തില്ല? ബൈ കോണ്ടാക്ട് ഇല്ല. അപ്പൊ അങ്ങനെ കോണ്ടാക്ട് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഈ ന്യൂട്രൽ ബോഡീനെ ചാർജഡ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. എന്തുകൊണ്ട്? ചാർജ്ഡ് ബോഡി അടുത്ത് കൊണ്ടുവരുന്നുള്ളത് കൊണ്ട്. ഇനി ഞാൻ എന്താണ് ചെയ്യുന്നത്? അപ്പൊ എനിക്കിനി ഈ ബോഡി
നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി ആയിട്ടാണ് കിട്ടേണ്ടത് എങ്കിൽ ഞാൻ അതിനെ എന്ത് ചെയ്യും? എർത്ത് ചെയ്യും. ഞാൻ ഇതിനെ എർത്ത് ചെയ്യും. എർത്ത് ചെയ്യുമ്പോൾ എന്താ പറയുക? എർത്ത് എന്ന് പറയുന്നത് ഒരു ബാങ്ക് ആണ്, അല്ലെങ്കിൽ ഒരു ഓഷൻ ആണ്, ഇലക്ട്രോൺസിന്റെ ഒരു ഓഷൻ ആണ്, അല്ലെങ്കിൽ ബാങ്ക് ആണ് എന്ന് പറയാം. ഷെയറിംഗ് ഓഫ് ചാർജസ് വിത്ത് എർത്ത് ആണ് എർത്തിങ് എന്ന് പറയുന്നത്. അപ്പൊ എർത്തിന് എത്രമാത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? എത്ര ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാനും, ഇന്ത്യയിലും ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാനും ഇലക്ട്രോൺസിനെ സ്വീകരിക്കുവാനുമുള്ള ഒരു കഴിവുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് എർത്ത് എന്ന് പറയുന്നത് ഒരു ബാങ്ക് ആണ് എന്ന്. അപ്പം ഇവിടെ ആ ഒരു എർത്ത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനെ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു ബോഡി ആയിട്ടാണ് കിട്ടേണ്ടത് എങ്കിൽ എർത്ത് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിന്നും ഇലക്ട്രോൺസ് വന്നിട്ട് ഈ പോസിറ്റീവ് ചാർജിനെ എന്താക്കും? ന്യൂട്രൽ ആക്കും. അങ്ങനെ ന്യൂട്രൽ ആക്കി കഴിയുമ്പോൾ ഇവിടെ ബാക്കി ഈ ബോഡിക്കകത്ത് എന്തുണ്ട്? നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു ബോഡിയാക്കി നമുക്ക് ഇതിനെ മാറ്റാനായിട്ട് പറ്റും. അപ്പൊ എങ്ങനെ എർത്ത് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ, ഇത് ന്യൂട്രൽ ആയി കഴിയുമ്പോൾ ഈ ബോഡീനെ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നു. ഈ ബോഡീനെ ഇതിനകത്തുനിന്ന് മാറ്റി കഴിയുമ്പോൾ, അടുത്തു നിന്നും മാറ്റി കഴിയുമ്പോൾ ഇതിന്റെ അകത്തുള്ള ഈ നെഗറ്റീവ് പോസിറ്റീവ് ചാർജ് മുഴുവൻ എന്തായി പോയി? ഇലക്ട്രോൺസ് എർത്ത് ചെയ്ത് കഴിയുമ്പോൾ ന്യൂട്രൽ ആയിട്ട് പോകും. ബാക്കി ഇതിനകത്ത് നെഗറ്റീവ് ചാർജ് മാത്രമേ ഉള്ളൂ. ആ നെഗറ്റീവ് ചാർജ് നമ്മൾ പറഞ്ഞു കണ്ടക്ടേഴ്സിന്റെ അകത്ത് യൂണിഫോം ആയിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കഴിയും. കാരണം ഇതിനെ മാറ്റി കഴിയുമ്പോൾ അതിനകത്ത് യൂണിഫോം ആയിട്ട് ഇത് സ്പ്രെഡ് ചെയ്യും. അപ്പൊ അങ്ങനെ എനിക്ക് ഈ ബോഡീനെ, അൺചാർജഡ് ആയിട്ടുള്ള ഒരു ബോഡീനെ ഇപ്പൊ എനിക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു ബോഡിയാക്കി മാറ്റാനായിട്ട് സാധിച്ചു. ഇനി അതേസമയം എനിക്ക് ഇപ്പൊ ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് എനിക്ക് ഇവിടെ വേണ്ടത് എങ്കിൽ ഞാൻ ഏത് സൈഡ് എർത്ത് ചെയ്യും? ഇപ്പുറത്തെ സൈഡ് എർത്ത് ചെയ്യും. ഇപ്പൊ ഇവിടെയാണ് എർത്ത് ചെയ്യുമ്പോൾ ഇത് നെഗറ്റീവ് ചാർജ് ഉള്ള ബോഡിയാക്കി മാറ്റാൻ പറ്റും. അതേസമയം ഇപ്പുറത്തെ സൈഡാണ് ഞാൻ എർത്ത് ചെയ്യുന്നത് എങ്കിൽ ഇവിടെ നിന്നും നമുക്ക് എന്താണ്? ഇലക്ട്രോൺസ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ? എർത്തിങ് വഴി ഈ നെഗറ്റീവ് ചാർജ് മുഴുവൻ ന്യൂട്രൽ ആകും. ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാനും സ്വീകരിക്കാനും ഒക്കെ എർത്തിന് സ്വീകരിക്കും. അപ്പൊ എർത്ത് ഈ നെഗറ്റീവ് ചാർജിനെ മുഴുവൻ എർത്ത് സ്വീകരിക്കും. അപ്പം ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു ബോഡീനെ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഈ ഇൻഡക്ഷൻ മെത്തേഡിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. എന്താണ്? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വിത്തൗട്ട് കോണ്ടാക്ട് മെത്തേഡാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അൺചാർജഡ് ആയിട്ടുള്ള ഒരു ബോഡീനെ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു ബോഡിയാക്കാനും അതേസമയം നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു ബോഡിയാക്കി മാറ്റാനും എനിക്ക് സാധിക്കും. എന്റെ ഇഷ്ടമാണ്. എനിക്ക് ഏതാണ്? പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് എനിക്ക് വേണ്ടത് എങ്കിൽ എന്താണ്? ഞാൻ ഇവിടെ ഈ സൈഡില് എർത്ത് ചെയ്യാം. അതേസമയം എനിക്ക് നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് വേണ്ടത് എങ്കിൽ ഈ സൈഡ് എർത്ത് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് അതിനെ മേക്കപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു മെത്തേഡാണ് എന്ത് എന്ന് പറയുന്നത്? കണ്ടക്ഷൻ മെത്തേഡ്. ദാറ്റ് ഈസ് വിത്തൗട്ട് കോണ്ടാക്ട് മെത്തേഡാണ്. അപ്പൊ എ ബോഡി ക്യാൻ ബി ചാർജ്ഡ് ഇൻ ദ പ്രസൻസ് ഓഫ് അനദർ ബോഡി വിത്തൗട്ട് കോണ്ടാക്ട് ഈസ് നോൺ ആസ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ചാർജ്ഡ് ബോഡീനെ ബോഡി ക്യാൻ ബി, അതായത് അൺചാർജ്ഡ് ബോഡീനെ ചാർജ് ഉള്ള ബോഡി കൊണ്ട് നമ്മൾ എങ്ങനെ വിത്തൗട്ട് കോണ്ടാക്ട് മെത്തേഡ് വഴി നമ്മൾ ചാർജ് ഉള്ളതാക്കി തീർക്കുന്നു. അങ്ങനെയുള്ള മെത്തേഡാണ് ഇൻഡക്ഷൻ മെത്തേഡ്. അപ്പൊ ഇവിടെ നമ്മള് ഇവിടെ ഇങ്ങനെ ചാർജസ് സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പോളറൈസേഷൻ, അതായത് ഇതിന്റെ അടുത്തോട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ചാർജസിനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ സെപ്പറേറ്റ് ന്യൂട്രൽ ബോഡിക്കകത്ത് പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് രണ്ട് എൻഡിലോട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതിനൊക്കെയാണ് നമ്മൾ പോളറൈസേഷൻ എന്നൊക്കെ പറയുന്നത്. അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ അപ്പൊ അതാണ് ഇൻഡക്ഷൻ മെത്തേഡിന്റെ പ്രത്യേകത. വിത്തൗട്ട് കോണ്ടാക്ട് മെത്തേഡാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ COVID-19 അടുത്ത് കൊണ്ടുവരുന്നേ ഉള്ളൂ. വിത്തൗട്ട് കോണ്ടാക്ട് മെത്തേഡാണ്. അതോർക്ക് പിന്നെ ചാർജ് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. അവിടെ എർത്ത് ചെയ്യും. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എർത്ത് ചെയ്യപ്പെടുന്നു. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഏത് പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ബോഡിയോ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ബോഡിയോ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു എർത്ത് എന്ന് പറയുന്നത് ഒരു ബാങ്ക് ആണ്. ആ ബാങ്ക് എന്ന് പറയുന്നത് ഇലക്ട്രോൺസിനെ അല്ലെങ്കിൽ ഓഷൻ ഓഫ് ദി ഇലക്ട്രോൺസിന്റെ ഒരു ഓഷനാണ് എന്തെന്ന് പറയുന്നത് എർത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമുക്ക് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാനും സ്വീകരിക്കാനും ഒക്കെ ഉള്ള ഒരു കപ്പാസിറ്റി, ആ ഒരു ടെക്നിക്ക് നമ്മൾ ഇതിന്റെ അകത്ത് ഏത് മെത്തേഡിന്റെ അകത്ത് ഉപയോഗിക്കുന്നുണ്ട്? ഇൻഡക്ഷൻ മെത്തേഡിന്റെ അകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം കണ്ടക്ഷൻ മെത്തേഡിന്റെ അകത്ത് എർത്തിങ് നമുക്ക് വരുന്നില്ല. നെക്സ്റ്റ് ഒരു കാര്യം കൂടെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പിന്റെ ഒരു കേസസ് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു കേസസ് എന്ന് പറയുന്നത് നമുക്ക് ഗോൾഡ് ലീഫ് ഡിറ്റക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു ഒബ്ജക്റ്റിന്റെ അകത്ത് ഡിറ്റക്ട് ദി പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ്
ഇലക്ട്രിക് ചാർജിന്റെ ഒരു ഒബ്ജക്റ്റിന്റെ അകത്ത് ഇലക്ട്രിക് ചാർജ്, അതിന്റെ പൊളാരിറ്റി, അതിനകത്ത് എത്രമാത്രം ചാർജ് ഉണ്ടെന്ന് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഗോൾഡ് ലീഫ് എന്ന് പറയുന്നത്, ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതൊന്നും വായിച്ചു നോക്കുക, അപ്പൊ ഇതൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അപ്പൊ ഇപ്പൊ അവരോട് നമ്മൾ പറയുമ്പോൾ നമ്മുടെ എന്താണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ കീഴിലാണ് വരുന്നത്. മാഗ്നറ്റിക്സിനകത്ത് ഇലക്ട്രോസ്റ്റാറ്റിക് റെസ്റ്റ് കണ്ടീഷനിൽ ഇരിക്കുമ്പോൾ ചാർജസിന്റെ കണ്ടീഷൻസ് ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ ഒരു ഒബ്ജക്റ്റിന്റെ നോർമൽ കണ്ടീഷനും ഉണ്ട്, ട്രാൻസ്ഫറിംഗ് മെത്തേഡും അല്ലെങ്കിൽ ഇന്ററാക്ഷൻ വരുമ്പോഴും ഒക്കെയാണ് എന്താണ് നോർമൽ കണ്ടീഷനിൽ പ്രോട്ടോണും ഇലക്ട്രോൺസും ഒക്കെ ഈക്വൽ ആണ്. ഇന്ററാക്ഷൻസ് നടക്കുമ്പോൾ ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പോസിറ്റീവ്ലി ചാർജഡ് അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജഡ് ആയുള്ള പാർട്ടിക്കിൾസ് ആയിട്ട് മാറുമ്പോഴാണ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മുടെ 3 മെത്തേഡ്സ്, ബൈ ഫ്രിഷൻ മെത്തേഡ്, ഇൻഡക്ഷൻ മെത്തേഡ്, കണ്ടക്ഷൻ മെത്തേഡ്, ഇത് 3 തമ്മിലുള്ള വ്യത്യാസങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. ഓക്കെ, താങ്ക് യു.